രവീന്ദ്രൻ മാഷുടെ ദീപ്തമായ ഓർമ്മകൾ നമ്മളുമായി പങ്കുവെക്കുന്നതിന് ഇന്നാദ്യം ഈ ഒരു ദേവസഭാ തലത്തിലേക്ക് എത്തുന്നത് പാട്ടും കവിതയും തമ്മിലുള്ള അതിർവരമ്പുകൾ നേർത്ത് ഇല്ലാതാകുന്ന കാഴ്ച മലയാളിക്ക് സമ്മാനിച്ച ഒരു എഴുത്തുകാരൻ. നിരവധി അനവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിലൂടെ രവീന്ദ്രൻ മാഷുടെ പേരിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിച്ച ആ പേരുകാരൻ ഞാനിങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹിസ് ഹൈനസ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സ്വാഗതം. തിരുമേനി, സ്വാഗതം പരിപാടിയിലേക്ക്. ഒന്നുമല്ല, ഏറ്റവും എളിയ ആള്. അത് തിരുമേനി വിനയം കൊണ്ട് പറഞ്ഞോളൂ, ഞങ്ങളങ്ങനെ വിളിച്ചോളാം, കുഴപ്പമില്ല. കലയിലുള്ളൊരു ബഹുമാനമാണല്ലോ അത്. കലയിലെ കലാപ്രകടനങ്ങളിലെ കണ്ടിട്ടുള്ള ബഹുമാനമാണ്. ശങ്കരാഭരണം പോലൊരു സിനിമ ഇങ്ങനെ ഭാഷയുടെ അതിർവരമ്പുകൾ ലംഘിച്ച് സെമി ക്ലാസിക്കൽ ഗാനങ്ങളിലൂടെ സൂപ്പർ ഹിറ്റ് ആയതിനു ശേഷം അത്തരത്തിലൊരു പരീക്ഷണം പല ആളുകളും സിനിമയിൽ പരീക്ഷിച്ചു നോക്കി, ശ്രമിച്ചു നോക്കി. പക്ഷെ എവിടം കൊണ്ടും അതിനൊരു പൂർണ്ണമായ ഫലം കണ്ടെത്തിയില്ല. ഒരു കുടുംബകഥയിൽ, ഒരു സാധാരണ കഥയിൽ എങ്ങനെയാണ് സെമി ക്ലാസിക്കൽ ഗാനങ്ങളെ ഇത്രയധികം ഉൾപ്പെടുത്തുക എന്നതിൻ്റെ വഴികൾ ആർക്കും തന്നെ മനസ്സിലായില്ല. ആ സാഹചര്യത്തിലാണ് മലയാളിക്ക് അന്നോളം കണ്ടിട്ടുള്ള ഒരു രൂപങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ പാട്ടുകളുമായി ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന ചിത്രം എത്തുന്നത്. രവീന്ദ്രൻ മാഷും കൈതപ്പുറം തിരുമേനിയും ആദ്യമായിട്ട് ഒന്നിച്ച ചിത്രം. ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടും അതും അതിലെ ഗാനങ്ങളുമെല്ലാം വലിയ അത്ഭുതങ്ങളായി നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് എത്തുമ്പം ആ സമയത്ത് ഒരുപാട് എഴുത്തുകാരുണ്ട്. എല്ലാവരും പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരാണ്. എല്ലാവരും എഴുത്തുകാരെന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റുകൾ ഒരുക്കിയിട്ടുള്ള നല്ല വാസനയുള്ള എഴുത്തുകാരുള്ളപ്പോഴും ഹിസ് ഹൈനസ് അബ്ദുള്ളയുടെ ഒരു എഴുത്തിലേക്ക് തിരുമേനിയാണ് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് മാത്രമല്ല, അതിനുശേഷം രവീന്ദ്രൻ മാഷുടെ ശബ്ദത്തിൽ അതിൽ പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം, അതിൽ അഭിനയിച്ച കഥാപാത്രത്തിന് രവീന്ദ്രൻ മാഷ് ഡബ് ചെയ്യുന്നു, ആ ശബ്ദം കൊടുത്തുകൊണ്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം. അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളിലൂടെയാണ് തിരുമേനിയുടെ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന ചിത്രത്തിലേക്കുള്ള എത്തൽ. എങ്ങനെയായിരുന്നു ഈ ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ ലിറിസിസ്റ്റ്, ഗാനരചയിതാവായിട്ട് തിരുമേനി എത്തപ്പെടുന്നത്? ആരുടെ തീരുമാനമാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? അത് ലോഹിതദാസിന്റെ തന്നെയായിരുന്നു. പക്ഷേ ലോഹിതദാസ് CB കൂട്ടുകെട്ടിലാണ് ഞാൻ വരുന്നത്. അതിനു മുൻപ് മഹാറാണി ഹോട്ടലിൽ വേറെ ഒരു കമ്പോസിങ് സമയത്ത് രവിയേട്ടനെ ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു. കണ്ടപ്പോൾ രവിയേട്ടൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, നമുക്ക് കൂടണ്ടേ, ഞാൻ സംഭവിക്കാൻ പോകണു എന്നോട് പറഞ്ഞു. അത്ഭുതകരമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. എത്രയോ പാട്ടുകൾ, ഗോപിക വസന്തവും പ്രമദവനവും ദേവസഭാതലും, ഇപ്പോഴും എനിക്കത് ഓർക്കാൻ പറ്റില്ല. അത്രയും രോമാഞ്ചം ഉണ്ടാവുന്ന ഒരു അനുഭവമാണ്. അതെ, ആ അനുഭവങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ തിരുമേനിനെ ഒരുപാട് നിർത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല. തിരുമേനി ഇരിക്കും. ഈ ഹിസ് ഹൈനസ് അബ്ദുള്ളക്ക് ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ശരിക്ക് വരി എഴുതിയിട്ടാണോ ട്യൂൺ ചെയ്യേണ്ടത്, ട്യൂൺ ചെയ്തിട്ടാണോ വരി എഴുതേണ്ടതെന്നുള്ള ഇങ്ങനെ തർക്കങ്ങളും ആ രണ്ടു തരത്തിലുള്ള പാട്ടുകൾ നമുക്ക് ഒരുങ്ങിയിട്ടുള്ളത്. ഈ സിനിമയിൽ അങ്ങനെ രണ്ടു തരത്തിലുള്ള പാട്ടുകൾ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയായിരുന്നു? അത് അതിന്റെ കഥ തുടങ്ങുന്നത് തന്നെ പിന്നെ രാമനിലയത്ത് വെച്ച് പിന്നെ ഞാൻ ഒരു പാട്ടിന്റെ പല്ലവി ഇങ്ങനെ ലോഹിക്ക് പാടിക്കൊടുക്കുകയായിരുന്നു. എൻ്റെ ഒരു പാട്ട് ഗോപിക വസന്തം എന്നുള്ളത് വേറൊരു രീതിയിൽ എനിക്ക് പാടാൻ പറ്റില്ല. ഞാൻ അന്ന് വേറൊരു രീതിയിലുള്ള എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പാടിക്കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതാണ് കഥ എന്നോട് പറഞ്ഞത്. ഇനിയും നമ്മൾ പാട്ട് തുടങ്ങുന്നു. ഈ പാട്ടിലുള്ള കഥയാണ് കഥ. ഗോപിക വസന്തം തേടി വനമാലി, നവനവ ഗോപിക വസന്തം തേടി വനമാലി. അതാണ്. അന്ന് വൈകുന്നേരം ഞങ്ങൾ രവിയേട്ടടുത്തേക്ക് പോവുകയാണ്. അത് വരി എഴുതിയിട്ടാണ് ആ പാട്ട് അങ്ങനെ ട്യൂൺ ചെയ്തിട്ടുള്ളത്. അതെ. അപ്പൊ ലിറിസിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അന്നൊക്കെ ഒരു സിനിമയിൽ ആദ്യം ചെയ്യുക റെക്കോർഡിംഗ് ആണല്ലോ. സിനിമയുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകളിലെ ആദ്യത്തെ ഒരു ടെക്നിക്കൽ പ്രോസസ്സ് തുടങ്ങുന്നത് പാട്ട് റെക്കോർഡിംഗ് എന്ന് പറയുന്നതാണ്. ഇത് റെക്കോർഡ് ചെയ്യുമ്പം ഈ ഇങ്ങനെ ഒരു കഥാപാത്രം അഭിനയിക്കേണ്ടത് തിരുമേനിയാണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നോ? എനിക്കില്ലായിരുന്നു. പക്ഷെ അത് ലോഹി തീരുമാനിച്ചിരുന്നു. തിരുമേനി തന്നെ ചെയ്യുന്നുള്ളത് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞത്. അതിന് ഈ രവീന്ദ്രൻ മാഷാണ് ശബ്ദം കൊടുക്കുന്നതിനുള്ളതിനൊരു തീരുമാനം ഉണ്ടായിരുന്നു? അന്ന് അറിയില്ല അല്ലേ? ഇല്ല. ആ പാട്ട് രവിയേട്ടൻ പാടാൻ തീരുമാനിച്ചിട്ടില്ല. ആദ്യം പിന്നീടാണ് തീരുമാനിച്ചത്. ആദ്യം രവിയേട്ടൻ നല്ലത് പാടാൻ തീരുമാനിച്ചു? അല്ല, അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. അതിനുശേഷം പാടിയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. ആ ശബ്ദം തന്നെ മതി എന്ന് തീരുമാനിച്ചതാണ്. ദേവസഭാതലം എന്നുള്ള പാട്ടിലോട്ട് വരുമ്പോഴേ അതിലൊരു ഒരുപാട് രാഗങ്ങളെ കുറിച്ച് ഞാൻ ഇതിൽ വലിയ അറിവുള്ള ഒരാളല്ല കേട്ടോ. ചിലപ്പോൾ ചോദിക്കും, എന്തെങ്കിലും മണ്ടത്തരം ചോദിച്ചു പോകാനുള്ള സാധ്യത തള്ളിക്കളയണ്ട.
അപ്പൊ ഇത്ര രാഗങ്ങളെ കുറിച്ചുണ്ടല്ലോ, അപ്പം ഇത് ഒന്നിച്ചിരുന്ന് തന്നെയാണോ ഇതെല്ലാം ചെയ്തത്? ഇപ്പോഴീ പാട്ട് നമുക്ക് അയച്ചു കൊടുക്കാം, അയച്ചു മേടിക്കാം, അങ്ങനെയൊന്നും പറ്റുന്നൊരു പാട്ടായിരുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തന്നെ ചെയ്ത്, ഒരുമിച്ചിരുന്ന് തന്നെയാണ് ചെയ്തത്. എത്ര ദിവസം എടുത്തു ദേവസഭാ തലത്തിന്? എനിക്കൊന്ന് 1-2 ദിവസമേ ഉള്ളൂ. ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ദാസേട്ടനെ കണ്ടു. ദാസേട്ടൻ തലശ്ശേരി പ്രോഗ്രാമിന് വരുമ്പം ഞാൻ ദാസേട്ടനെ കണ്ട് ഒന്നുകൂടി അതിനെ പറ്റി ചർച്ച ചെയ്തിരുന്നു ദാസേട്ടനായിട്ട്. ഒന്ന് റിഫൈൻ ചെയ്തു. എന്നിട്ടാണ് ഈ പറഞ്ഞ അതിൽ പറയുന്ന രാഗങ്ങളും കാര്യങ്ങളും അതെല്ലാം രാഗങ്ങളൊക്കെ അവര് തീരുമാനിച്ചിരുന്നു. അതിൽ ലിറിക്കിന്റെ ഭാഗം ചിലത് എനിക്ക് സംശയം ഉണ്ടായത് ഞാൻ ദാസേട്ടനോട് ചോദിച്ചിരുന്നു. അതിനുശേഷം പ്രമദവനം എന്നുള്ള പാട്ടിലോട്ട് വന്നാല് അതിന്റെ ഒരു എഴുത്തും കൺസ്ട്രക്ഷനും ഒക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും പ്രമദവനം എന്നുള്ള പാട്ട് തുടങ്ങുമ്പോൾ തന്നെ രവിയേട്ടൻ എന്നോട് ഒരു കുമ്പസാരം ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് തുടങ്ങുന്നത് ഇതേ ട്യൂണിലായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഇരുഹൃദയങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ട് ഇരുഹൃദയങ്ങളിലൊന്ന് ആ പാട്ട് അതേ ട്യൂണിലാണ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞ രവിയേട്ടൻ ധൈര്യമായിട്ട് മുമ്പോട്ട് ഞാൻ ശരിയാക്കാറുണ്ട്. അത് 2 പാട്ടാണ്, 2 വരിയാണ്, അല്ല 2 വാക്കാണ്. ഇരുഹൃദയങ്ങൾ സമസ്തപദം വന്ന ഇത് അറിയയില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രമദവൻ എന്നൊരു വാക്ക് വന്നപ്പോൾ അത് പോയി. പറഞ്ഞ ഇരുഹൃദയം പ്രമദവനം അതാണ് രവിയേട്ടൻ്റെ സംശയം ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു അത് ഞാൻ തീർത്തോളാന്ന് പറഞ്ഞു. എന്നിട്ടാണ് ആ പാട്ട് വരുന്നത്. അതിന്റെ വരികളിലും എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂല് AR റഹ്മാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് മലയാളത്തിൽ ഇന്നോളമുള്ള പാട്ടുകൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ടുകളിലൊന്നും അദ്ദേഹം എന്നോടും പറഞ്ഞിട്ടുണ്ട്. പ്രമദവനം എന്ന് പറയുന്ന പാട്ടാണെന്ന് പറയുന്നത്. അതിന്റെ വരികളിലും ഈ ഒരു ഞാനിപ്പം ആമുഖത്തിൽ പറഞ്ഞല്ലോ, ഈ കവിതയും ഈണവും തമ്മിലുള്ള ഒരകലങ്ങൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായ ജോലിയുണ്ട്. അപ്പൊ രവിയേട്ടൻ ഇതിങ്ങനെ പറയുമായിരുന്നു, രവീന്ദ്ര മാഷ് പറയുമായിരുന്നോ, നമുക്ക് ഈ വാക്ക് മാറ്റാം, പകരം ഒരു വാക്ക് വെക്കാം, അല്ലെങ്കിൽ തിരിച്ച് തിരുമേനി സാക്ഷൻ, തിരുമേനിയും സംഗീതബോധമുള്ള ആളാണ്, നിങ്ങളുടെ ഒരു ഈ ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു? നമുക്ക് വരി മാറ്റാൻ, ട്യൂൺ മാറ്റാൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ അത് ഞങ്ങൾ തമ്മിൽ ഏറ്റവും യോജിപ്പുള്ള ആൾക്കാരായിരുന്നു. പ്രമദവനം എന്നുള്ള വാക്ക് വന്നപ്പോൾ തന്നെ രവിയേട്ടൻ വീണു. പിന്നെ എന്തും ചെയ്യാന്ന് പറഞ്ഞു എന്നോട്. ആ വാക്ക് വന്നപ്പോൾ ആ പാട്ട് ക്ലിക്കായി. ആദ്യത്തെ വാക്ക് തന്നെ എന്നോട് പറഞ്ഞു. പിന്നെ ഓരോന്ന് പിന്നെ കവിത്വം മ്യൂസിക്കും കൂടി നല്ല ബ്ലെൻഡാവണം. അത് ഞങ്ങൾ രണ്ടുപേരുടെയും ദൈവാധീനം എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് വേറൊരു വാക്കില്ല. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയായിരുന്നു. കാരണം അതിൽ ഒരു നായകനെ കുറിച്ചാണ് ഞാൻ പിന്നെ നോക്കിയത്. ആ നായകന് ഐതിഹാസികമായ മാനം ഉണ്ടാക്കുക എൻ്റെ ചുമതല. അതാണ് അതിൻ്റെ ആദ്യത്തെ ചരണത്തിൽ. പിന്നെ രാമായണവും രണ്ടാമത്തെ ചരണത്തിൽ ഭാഗവതവുമാണ്. അത് ഒന്ന് യമുനയുടെ തീരത്തും, അതെ, ഒന്ന് സരയൂ തീരത്തും. ഏതേതോ കഥയിൽ സരയുവില് ഒരു ചുടും എഴുതിയിരിക്കണമാണ് രാമൻ. അല്ല, രാമൻ അയോധ്യയിലെ രാമൻ രാജാവല്ല, സങ്കടത്തിന്റെ മെഴുതിർക്കണങ്ങളാണ്. അടുത്ത് യമുനയിലാണ്. യമുനയിൽ വനമലരായി ഒഴുകി നടക്കുന്ന കൃഷ്ണനാണ്. ഇതാണ് ആ 2 ക്യാരക്ടേഴ്സിനെ ഞാൻ അവിടെ കൊണ്ടുവന്നതാണ്. അത് നായകനെ ഏറ്റവും ഉത്തുംഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അത് എൻ്റെ കഥ, എൻ്റെ ഇതാണ്, എൻ്റെ മാർഗവും ഉദ്ദേശവും ഒക്കെയാണ്. രവിയേട്ടൻ്റെ അത് ഏറ്റവും മാക്സിമം അതിനെ പൂരിപ്പിക്കാനുള്ളതാണ്. ഇത് 2 കൂടെ ബ്ലെൻഡായതാണ് ആ പാട്ട്. അത് തിരുമേനി എഴുതി, രവീന്ദ്രൻ മാഷ് സംഗീതം കൊടുത്തു, ദാസേട്ടൻ പാടി എന്നൊക്കെ പറയുന്നതോടുകൂടി ഇത് അതെ ഒരു എതിരില്ലാത്ത ഇതായിട്ട് മാറി. അതിലും ഇന്നും ഞാൻ പറയുന്നത് അതിനോട് എതിരില്ല ആ പാട്ടിന്. അതുപോലെ സംഭവിക്കുകയാണ് ചില പാട്ടുകൾ. അതെ, കവിയുടെ ഗാന സാമർത്ഥ്യ ലഹരിയിൽ ഒരു നവകനക കിരീടം ഇതണിയുമ്പോൾ അതാണ് ആ രസാമൃത ലഹരിയിലാണ് ഞാൻ ആ കിരീടം അണിയുന്നത്. അത് തിരുമേനിയാണ്. അതെ, കവിയുടെ ഗാനരസാമൃത ഞാൻ ആദ്യം വേണല്ലോ. ചട്ടുക ആദ്യം പായസത്തിന്റെ രുചി അറിഞ്ഞിട്ടേ മറ്റുള്ളവർ അറിയുള്ളൂ. അതാണ് ആ ചട്ടുക അറിഞ്ഞു അപ്പോഴും തന്നെ. തിരുമേനി പിന്നെയും അതൊരു രാജകൊട്ടാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെയാണ്. തിരിച്ച് വീണ്ടും അമരം പോലെ ഒരു സിനിമയിലോട്ടൊക്കെ വരുമ്പം അത് മത്സ്യത്തൊഴിലാളികളും കടലും കടൽക്കരയും വള്ളവും അമരവും അണിയും ഒക്കെ ഉള്ളൊരു സാധനമാണ്. അവിടുത്തെ പാട്ടുകളിലോട്ട് വരുമ്പോ എങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ അതിനു മുമ്പേ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞങ്ങളെ കോഴിക്കോട് കടപ്പുറത്ത് പല കടപ്പുറത്ത് ഞാൻ നടന്നിട്ടുണ്ട്. പിന്നെ പ്രണയത്തിന്റെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ളൊരു സംഭവം അതിനകത്തുണ്ട്.
വേനിളങ്കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പഴമരമായേനെ എന്ന്. ഉവ്വ്. അതെ. എന്തിനു വേറൊരു സൂര്യോദയം എന്നുള്ള അതെ. പാട്ട് ആത്മാവിൻ പുസ്തകത്താളിൽ അതെ. ഉള്ള പാട്ടാണെങ്കിലും അതിലെ തന്നെ ചിച്ച ചിച്ച എന്നുള്ള പാട്ട് അതെ. അതൊക്കെ എടുക്കുമ്പോൾ അതിലെ അറിയുന്നില്ല ആത്മാനുരാഗം അറിയേണ്ട ഒരാൾ മാത്രം എന്നൊക്കെ പ്രണയം ഫീൽ ചെയ്യുന്ന വരികളാണ്. തീർച്ചയായിട്ടും. അതിൽ ഒക്കെ നിങ്ങളൊരു മ്യൂസിക് ഡയറക്ടറും ലിറിസിസ്റ്റും എന്നുള്ള കോമ്പിനേഷൻ എത്ര ദിവസങ്ങളാണ്? ഞാൻ ഇപ്പൊ ഒരു പാട്ട് പറഞ്ഞു 2 ദിവസം എന്നൊക്കെ എടുത്തു. മാഷുമായിട്ടുള്ള ഒരു ഇരിപ്പ് എല്ലാം ഒന്നിച്ചാണ് വരുന്നത്. ഒന്ന് പറയട്ടെ, അത് ആ 3 പാട്ടും ഞങ്ങൾ ചെയ്യുന്നത് 3 അല്ല 2 പാട്ട് ചിച്ചാച്ചിച്ച നമ്മൾ നേരത്തെ ചെയ്തു. പക്ഷെ 2 പാട്ട് എന്തിനു വേറെ സൂര്യോദയവും ആത്മാവിൻ്റെ പുസ്തകത്താളും ഇത് രണ്ടും ചെയ്തത് കോഴിക്കോട് വെച്ചാണ്. അത് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ പാട്ട് കഴിഞ്ഞിട്ട് ഇവർ വൈകുന്നേരത്തെ ട്രെയിനിന് പോയി. ഓ, എന്തിനു വേറെ സൂര്യോദയം മുഴുവൻ ചെയ്തിട്ട് അത് കഴിഞ്ഞ് ആത്മാവിൻ്റെ പുസ്തകത്താളും എഴുതിയിട്ടാണ് പോയത്. അതെ. ഈ കഥയുമായിട്ട് ഈ രവീന്ദ്രൻ മാഷെ കുറിച്ച് പറയുമ്പം അദ്ദേഹം പാട്ടുകളിൽ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എന്നാൽ ആ സമയം വരെയുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടറുകളും പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിൽ വളരെ നോക്കിയിരുന്നു. പക്ഷെ രവീന്ദ്രൻ മാഷ പല സിനിമകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ജോൺസൺ മാഷോ മോഹൻ സിത്താര സാറോ ഒക്കെയാണ് ഈ പശ്ചാത്തല സംഗീതം പലപ്പോഴും ഒരുക്കി കണ്ടിട്ടുള്ളത്. സിനിമയുടെ പശ്ചാത്തല സംഗീതത്തിൽ അധികം അങ്ങനെ കൈവച്ച് കണ്ടിട്ടില്ല. അത് ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാന്ന് എപ്പോഴെങ്കിലും? അത് അല്ല, രവിയേട്ടന് ഇത് വർക്ക് കൂടുതലുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. രവിയേട്ടൻ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടൊന്നുമല്ല. ഓ, ഈ വർക്ക് കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് അത് മറ്റൊരു ചെയ്തോണ്ട് പ്രശ്നമില്ല എന്നുള്ളത് വിചാരിച്ചത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യാതിരുന്ന കാരണങ്ങളൊന്നും അല്ല. അയ്യോ, വേറൊന്നുമില്ല. കാരണം ഇപ്പം അദ്ദേഹത്തിന്റെ ഒരു സംഗീതത്തെ കുറിച്ച് പറയുമ്പം കളിവിളക്കിന്റെ അവിടെ ഒരു ചെണ്ടയും അവിടെ ഒരു കഥകളിയുടെ ഒക്കെ ഒരു സ്വഭാവം, കളിവിളക്ക് തെളിയുന്നു എന്നൊക്കെ പറയുമ്പം ഇൻസ്ട്രുമെന്റ്സിന്റെ ഉപയോഗമുണ്ടല്ലോ. ഏത് വരികൾക്ക് ഏത് സ്ഥലത്ത് എന്ത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കണം എന്നുള്ള ഒരു അറേഞ്ച്മെന്റ് തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴല്ല, അത് കഴിഞ്ഞിട്ട് കമലയാളത്തിൻ്റെ സമയത്ത് ലോഹി ഞങ്ങൾ 2 പേരും കൂടി കൊണ്ടുപോയി പിന്നെ ഇവിടെ മദ്രാസിൽ കലാക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ ഇവനെ നോക്കാനൊക്കെ ആക്കിയിരുന്നു. ഒരു വലിയ ഭാരതീയ നൃത്തം കാണാനൊക്കെ കൊണ്ടുവരുന്നു. പക്ഷെ അതിനൊന്നും രവിയേട്ടന് ശ്രദ്ധയുണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ഞാനതൊക്കെ ശ്രദ്ധിച്ചു. ഞാനവിടെ പോയി, എനിക്കത് ആവശ്യമായിരുന്നു. രവീന്ദ്രൻ മാഷെ കുറിച്ച് പറയുമ്പോൾ ഇനി ഒരാളിപ്പം നമ്മളോടൊപ്പം ചേരും. അത് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള, അല്ലെങ്കിൽ കേരളം എന്നും അഭിമാനിക്കുന്ന, കേരളത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യ ഒട്ടുക്കുമുള്ള എല്ലാ ഭാഷകളിലും അനവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ആ മേഖലയിലെ ഒരു ലെജൻഡാണ്. നമുക്ക് ഒരുപോലെ പ്രിയപ്പെട്ട കേരളത്തിന്റെ വാനമ്പാടി എന്ന് പറയുന്ന KS ചിത്ര ചേച്ചി രവീന്ദ്രൻ മാഷെ ഈ അവസരത്തിൽ ഒന്ന് ഓർക്കുന്നു. രവീന്ദ്രൻ മാസ്റ്ററെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത്, ഞാൻ ആദ്യമായിട്ട് മാസ്റ്ററിനെ കണ്ട ഒരു ദിവസം തന്നെയാണ്. ട്രിവാൻഡ്രത്ത് തരങ്കിണി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഉണ്ണിത്തിരുമനസേ എന്നുള്ളൊരു പാട്ട്, വെൺകൊറ്റക്കുട കീഴിൽ എന്നുള്ളൊരു പാട്ടിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് മാസ്റ്ററിനെ പരിചയപ്പെടുന്നത്. അതിനുശേഷം എന്നെ ആദ്യമായിട്ട് ചെന്നൈയിൽ ഒരു ഫിലിമിൻ്റെ റെക്കോർഡിങ്ങിനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നതും രവീന്ദ്രൻ മാസ്റ്ററാണ്. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തി, ഒരു സംഗീത സംവിധായകനാണ് രവീന്ദ്രൻ മാസ്റ്റർ. മാസ്റ്ററിൻ്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ മാസ്റ്റർ ഒരുപാട് സ്വാതന്ത്ര്യം തരാറുണ്ട് പാടുമ്പോൾ. നമ്മളിൽ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് തന്നെ പലപ്പോഴും പല പാട്ടുകളും നീ പാടിക്കോ, ഇന്ന രാഗത്തിൽ പാടിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിശ്വാസത്തോടെ പല വർക്കുകളും ഏൽപ്പിക്കാറുണ്ട്. പിന്നെ എന്നെ എപ്പോഴും മോളെ എന്നേ വിളിച്ചിട്ടുള്ളൂ. എൻ്റെ ആദ്യത്തെ റെക്കോർഡിങ്ങിന് ഞാൻ ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞിട്ട് മാസ്റ്ററിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയാണ് ലഞ്ച് കഴിച്ചത്. ആദ്യം വന്നിറങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എന്നെയും എൻ്റെ അച്ഛനെയും വിളിച്ചുകൊണ്ട് പോകാൻ വന്നതും മാഷ് തന്നെയാണ്. മാഷിൻ്റെ കാറിലാണ് ആദ്യമായിട്ട് ചെന്നൈയിൽ ഒരു ഹോട്ടലിൽ കൊണ്ട് ഞങ്ങളെ അവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് മാസ്റ്റർ പോയി. റെക്കോർഡിങ്ങിൻ്റെ സമയമായപ്പോൾ ഫോൺ വിളിച്ച് വരാൻ പറഞ്ഞു, വണ്ടി അയച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ പോയി ആ റെക്കോർഡിങ് പാടിക്കഴിഞ്ഞിട്ട് മാസ്റ്ററിൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി ലഞ്ചൊക്കെ വാങ്ങിച്ചത്. അങ്ങനെ അത്ര ഒരു എന്താ പറയേണ്ട എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനം തന്നെ, അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു വ്യക്തിത്വം തന്നെയാണ് മാസ്റ്റർ എൻ്റെ ജീവിതത്തിൽ. ഭരതം, കമലകളം, KS അബ്ദുള്ള, ഇതിലെല്ലാം ചിത്ര ചേച്ചിയുടെയും പാട്ടുകളുണ്ട്. സംശയമില്ല. അതില് ഒരു പാട്ടാണ് MG ശ്രീകുമാർ പാടിയിട്ടുള്ളത്. അതിന് നാദരൂപിണി നാഷണൽ അവാർഡാണ് ആ പാട്ടിന് KS അബ്ദുള്ളക്ക്. അല്ലെ, അവാർഡുകളൊക്കെ ഒരുപാട് വാരിക്കൂട്ടിയ സിനിമ. ഓർമ്മയിൽ എന്തും രവീന്ദ്രൻ മാഷ് എന്ന് പറയുന്ന
ഈ എപ്പിസോഡിൽ ഇനി നമ്മളോടൊപ്പം കൂടുന്നത് രവീന്ദ്രൻ മാഷ് എന്ന സംഗീത സംവിധായകന്റെ ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ കലാ അവതരണത്തിന് പലപ്പോഴും അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ശക്തമായൊരു പിന്തുണ ഉണ്ടായതുകൊണ്ടാണ്. ആ പിന്തുണ നമുക്കറിയാവുന്ന ഒരാളാണ്. ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു രവീന്ദ്രൻ മാഷിന്റെ പ്രിയപ്പെട്ട പത്നി ശോഭന രവീന്ദ്രൻ. ശോഭ ചേച്ചി, സ്വാഗതം. പല പാട്ടുകളും ഒരുപക്ഷെ ഞങ്ങളെല്ലാവരും കേൾക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു റോ വെർഷൻ ആദ്യം കേട്ടിട്ടുണ്ടാകുക ശോഭ ചേച്ചി ആയിരിക്കും. അങ്ങനെ പാട്ടുകൾ ഏതെങ്കിലുമൊക്കെ വരുന്നതിന് മുമ്പ് പറഞ്ഞോ ട്യൂണോ ഡിസ്കഷനോ ഒക്കെ വീട്ടിൽ ചെയ്യാറുണ്ടായിരുന്നോ രവീന്ദ്രൻ മാഷ്? അതല്ലേ ഒരു മഹാഭാഗ്യം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ മഹാഭാഗ്യം. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങളെക്കായൊക്കെ എത്ര ഭാഗ്യമാണെന്നറിയാമോ. ഒരു പാട്ട് മാഷിന്റെ മനസ്സിൽ വരുമ്പോൾ ആദ്യം കേൾക്കാനുള്ളൊരു ഭാഗ്യം തീർച്ചയായിട്ടും എനിക്ക് തന്നെയായിരുന്നു. കമ്പോസിങ് വീട്ടിലായിരിക്കും കൂടുതൽ നടക്കുക. കൂടുതലും വീട്ടിൽ വെച്ചിട്ടായിരുന്നു കമ്പോസിങ്. വേറെ ഹോട്ടലുകൾ ചെയ്യും, എങ്കിലും കൂടുതലും ഇഷ്ടം വീട്ടിൽ ചെയ്യുന്നതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പാട്ട് തുടങ്ങുമ്പോൾ ഇതെവിടെ ഉള്ളിരുന്ന് വരുമ്പോൾ ആ മൂളിപ്പാട്ട് ഒന്ന് കേൾക്കാനുള്ളൊരു ഭാഗ്യം, അതല്ലേ മഹാഭാഗ്യം. വലിയ ഭാഗ്യമാണ് അത്. ഞാനത് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് അന്നപൂർണേശ്വരിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം തരുന്ന ആളാ. നല്ല സ്വാദോടുകൂടി ഇത് ഗംഭീരമായിട്ട് ഭക്ഷണം. പ്രണയത്തിന്റെ പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രണയത്തിന്റെ എല്ലാ വിക്രസങ്ങളും കഴിച്ച പാർട്ടിയാണ് ഇവർ രണ്ടുപേരും. ഓഹോ ഓ ആ എന്നോട് പറഞ്ഞിട്ടുണ്ട് രവേട്ടൻ. ഓ അതെ, അന്ന് മാഷൊരു പാട്ടുകാരനായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. സ്വാതി തിരുനാളിലൊക്കെ പഠിച്ചിട്ട് ഗായകനാകാൻ വേണ്ടിയിട്ടാണല്ലോ മദ്രാസിൽ പോയത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ ഒരു ഗായകനായിട്ടാണ്, ഗായകനെയാണ് സ്നേഹിച്ചത്. ഒരു ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു തണ്ടർബേർഡ്സ്. രവീന്ദ്രൻ മാഷുടെ നമ്മുടെ ഇപ്പൊ എന്നെ പോലുള്ള ഒരാൾക്ക് നമ്മൾ കാണുന്ന രവീന്ദ്രൻ മാഷക്ക് ഇടാൻ പറ്റിയ ഒരു ട്രൂപ്പിന്റെ പേരല്ല തണ്ടർബേർഡ്സ്. മാഷിന്റെ ട്രൂപ്പ് അല്ല, മാഷ് പാടിയിരുന്ന ട്രൂപ്പാണ്. അതെ, ആ ട്രൂപ്പിൽ പാടുന്ന സമയത്താണ് കാണുന്നത്. തീർച്ചയായിട്ടും അന്നാണ് അവിടുത്തെ അന്നത്തെ ഒരു ഹിറ്റായിട്ടുള്ള സോങ്ങാണ് ശരി മേരി രാജേശ്വരി. പിന്നെ ഗാനമേള സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, അത് ദാസേട്ടൻ പാടി പടത്തില്. പക്ഷെ അന്ന് രവിയേട്ടൻ സ്വന്തമായിട്ട് എഴുതി മ്യൂസിക് ചെയ്ത പാട്ടായിരുന്നു ആ പാട്ട്. അതെല്ലാം ഓരോ പെണ്ണുങ്ങളുടെ പേരുമാണ് അന്നത്തെ. ഓരോ ശാരി മേരി രാജേശ്വരി ചിലരെ എനിക്കറിയാം. ആളെ പറഞ്ഞയച്ച് കൊല്ലല്ലേ തല്ലല്ലേ എന്നൊക്കെയുള്ള അത് സ്വയം പാടി. അന്ന് ഈ തണ്ടർബേർഡ്സ് ഗ്രൂപ്പിന്റെ ഉള്ളപ്പം ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ടാ. ആൾക്കാർ വൺസ് മോർ 2-3 തവണ പാടിക്കും അതൊക്കെ. എന്നിട്ട് നാരങ്ങ കൊടുക്കും. നാരങ്ങയാണല്ലോ ഒന്ന് സമ്മാനം കൊടുക്കുക. അത് കല്യാണത്തിന് പോയാലൊക്കെ നാരങ്ങ അതൊക്കെ അങ്ങനെയാണ്. പ്രോഗ്രാം നടക്കുമ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടുമ്പോൾ വന്നിട്ട് ഇങ്ങനെ ഒരു നാരങ്ങ പിടിപ്പിക്കും. ഒരുപാട് നാരങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോ അന്നത്തെ നല്ലൊരു ഗായകനായിരുന്നു. അതെ, പാട്ടുകാരൻ കഴിഞ്ഞിട്ട് പിന്നെ രവികുമാർ എന്ന് പറയുന്ന നടൻ എത്രയോ സിനിമകളിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ പ്രേക്ഷകരിൽ കുറച്ചു പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി നമ്മള് അങ്ങാടിയൊക്കെ കാണുമ്പം അനശ്വര നടൻ ജയൻ ട്രോളി പുള്ളേഴ്സ് എന്നൊക്കെ ഡയലോഗ് പറയുന്നതിന് മറുപടി പറയുന്ന രവികുമാർ എന്ന് പറയുന്ന നടന് എത്രയോ സിനിമകളിൽ ശബ്ദം കൊടുത്തത് രവീന്ദ്ര മാഷാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അതൊരു ഗായകനാകാൻ വേണ്ടിയിട്ട് മദ്രാസിൽ വളരെയധികം അലഞ്ഞ ആളാണ്. വളരെയധികം എല്ലാ മ്യൂസിക് ഡയറക്ടറുടെയും പടിവാതിൽ പോയി ഒന്നാണെന്ന്. അപ്പോൾ അതിലൊന്നും ശോഭിക്കാൻ സാധിച്ചില്ല. കുറെ പാട്ടുകളൊക്കെ പാടി, കുറച്ച് കോമഡി പാട്ടുകൾ, ദേവരാമാഷിന്റെ ആടി കളിക്കട കൊച്ചുരാമ, പിന്നെ അങ്ങനെ കോമഡി പാട്ടുകളൊക്കെ പാടിയായിരുന്നു. പക്ഷെ സാധിച്ചില്ല. അപ്പോഴത്തേക്ക് ഞങ്ങൾ കല്യാണം കഴിച്ച് ഫാമിലി ആയിരുന്നു. അപ്പം പിന്നീട് ഒരു വരുമാന മാർഗമായിട്ട് കണ്ടതായിരുന്നു ഈ ഡബിങ്. പക്ഷെ അന്നത്തെ ഒരു ഫേമസ് ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു അന്ന് രവികുമാറിന്. ധാരാളം പടങ്ങളുള്ള സമയം. രവികുമാർ അത്രയും പടങ്ങൾ ഹീറോയ്ക്ക് ഡബ് ചെയ്യുന്ന ആളാണ്. അത് മാത്രമല്ല തെലുങ്കിലിരുന്നൊക്കെ എടുക്കുന്ന കമലഹാസന്റെ ഡബിളുള്ള പടത്തിനൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ ഡബിങ് ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ആ ഡബിങ് കഴിഞ്ഞിട്ടാണ് മ്യൂസിക് ഡയറക്ഷനിലോട്ടുള്ള ഒരു ഘട്ടമാണ്. ചർച്ചയിൽ ഇപ്പൊ പലതവണ പറയപ്പെട്ട പാട്ടുകളെല്ലാം ഉണ്ടായ സിനിമയുടെ സംവിധായകൻ നമ്മുടെ ഈ വേദിയിൽ ലോഹിതദാസ് സാറിന്റെ എപ്പിസോഡിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരുന്നു. അന്നും ഈ പാട്ടുകളെ പറ്റിയൊക്കെ ഒരുപാട് പരാമർശിച്ചിരുന്നു.
വളരെ ബഹുമാനപൂർവ്വം നമുക്ക് രവീന്ദ്രൻ മാസ്റ്റർ ഓർമ്മകളുമായി പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ സിബി മലയിൽ സാറിന്റെ ഇന്ന് കാണാം. രവീന്ദ്രൻ മാഷുമായിട്ട് ഞാൻ 4 സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് ചെയ്യുന്നത് ഹിസ് ഹൈനസ് അബ്ദുള്ളയാണ്. തുടർന്ന് ഭരതം, കമലദളം, ധനം തുടങ്ങിയ സിനിമകളാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ പാട്ടുകൾ ചിത്രീകരിക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത് രവീന്ദ്രൻ മാഷയുടെ പാട്ടുകളാണ്. ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ പ്രമദാനമാണെങ്കിലും ഗോപിക വസന്തമാണെങ്കിലും അല്ലെങ്കിൽ ഭരതത്തിലെ രാമകഥ ഗാനലയം, അങ്ങനെ ഓരോ പാട്ടുകളും ഒരുപക്ഷെ നമുക്ക് എക്കാലത്തും ഓർത്തു വയ്ക്കാവുന്ന, ആസ്വദിക്കാവുന്ന പാട്ടുകൾ സമ്മാനിച്ച അദ്ദേഹത്തോടൊപ്പം സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് ദൃശ്യഭാഷ്യം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. അദ്ദേഹത്തെ പോലെ ചെയ്ത എല്ലാ പാട്ടുകളും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ചെയ്ത എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റാക്കിയ അപൂർവം സംഗീത സംവിധായകരുള്ള ഒരാളാണ് രവീന്ദ്രൻ മാഷ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ സ്നേഹ പ്രണാമം. ഭരതത്തിന് നാഷണൽ അവാർഡാണ്, നന്ദനം എത്തിയപ്പം സ്റ്റേറ്റ് അവാർഡാണ്. അവാർഡ് നിശ്ചയങ്ങൾക്ക് അവാർഡ് മേടിക്കാൻ പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കൂട്ടത്തിൽ പോകാറുണ്ടായിരുന്നോ? ഞാൻ അങ്ങനെ പോവാറില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാഷിന് ശേഷമാണ് ഇറങ്ങി തുടങ്ങിയത്. മാഷുള്ള സമയത്ത് പോകാറില്ലായിരുന്നു. കുടുംബം മാത്രമായിട്ടാണ്. മാഷിന് അങ്ങനത്തെ ഒരു നിഷ്കർഷം ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ ഞാനധികം പോയിട്ടില്ല. 3 റെക്കോർഡിംഗ് ഉണ്ടെങ്കിലും ഞാൻ ആകെ കണ്ടിട്ടുള്ള 2 റെക്കോർഡിംഗാണ് പോയിട്ടുള്ളൂ. ആകെ 2 റെക്കോർഡിങ്ങിന് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. പറയുന്നത് നിനക്ക് സ്റ്റുഡിയോയിൽ എന്താ കാര്യം? സ്റ്റുഡിയോയിൽ എന്റെ ജോലിയാണ്, വീട്ടിലാണ് നിനക്ക് ജോലി. അങ്ങനത്തെ വീട്ടിലെ മ്യൂസിക് ഡയറക്ഷനെ പറ്റി പറഞ്ഞപ്പോഴേ ഞാനിങ്ങനെ ഒരു ദിവസം സംസാരിച്ചപ്പം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പറഞ്ഞു, അദ്ദേഹത്തിനെ കൊണ്ട് പാട്ട് പാടിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലി ഈ രവീന്ദ്രൻ മാഷ് ഏറ്റെടുത്തിട്ട് ഒരു ദിവസം വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു പാട്ടിന് വേണ്ടി. വാസ്തവമാണ്. അതെ. പിന്നെ പല്ലവൂർ ദേവനാരായണൻ ഇപ്പൊ ഏതോ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് പ്രസാദിൽ വെച്ചിട്ട് ഇങ്ങനെ പാടുന്ന ഒരു ഏട്ടം കേട്ടപ്പം മമ്മൂട്ടി നിന്നെ കൊണ്ട് ഞാൻ പാട്ട് പാടിക്കും എന്നൊരു വാക്ക് കൊടുത്തതാ. അത് നിറവേറ്റാൻ വേണ്ടിയിട്ട്, ഇതിനു വേണ്ടിയിട്ടാണ് ഈ പല്ലവൂർ ദേവനാരായണൻ ഒരു പാട്ട് മമ്മൂട്ടിയെ കൊണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ വീട്ടിൽ തന്നെ ഒരു സ്റ്റുഡിയോ, വീട്ടിൽ തന്നെയാണ് ആ സ്റ്റുഡിയോ ഉള്ളത്. വന്നിട്ട് ഒരു ബാക്കിൽ ചെറിയൊരു സ്റ്റുഡിയോ ആണ്, അവിടെയാണ് മമ്മൂട്ടി വന്നത്. അപ്പം മമ്മൂട്ടിക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു പാടാൻ പറ്റുമെന്നുള്ള. മമ്മൂട്ടിക്ക് സഭാകമ്പമുള്ള ഒരേ ഒരു സ്ഥലം പാട്ട് പാടുന്നതാ. ഒറ്റയ്ക്കൊക്കെ ചിലപ്പം മോളും പാട്ടിനെ കുറിച്ചുള്ള അറിവുണ്ട്, എല്ലാ പാട്ടുകളും ചെയ്യുന്നതും അതിനെ കുറിച്ച്. അപ്പം ഈ എപ്പിസോഡ് രവീന്ദ്രൻ മാസ്റ്റർ എപ്പിസോഡ് എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എന്നെ കൊണ്ട് പാട്ട് പാടിക്കാനുള്ള ഇതില് കൊണ്ടുപോയിട്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അന്ന് വലിയുണ്ടെന്ന് പറഞ്ഞു. ഉമ്മക്ക് വലിച്ചു ഒച്ച പോയി ടെൻഷൻ അടിച്ചിട്ട് എന്ന് പറഞ്ഞു. അത്രയും ഒരു ദിവസം മുഴുവനും രാവിലെ വന്നിട്ട് ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഇതും വരുന്നില്ല എന്നുള്ള ഒരു ടെൻഷനും വരുന്നുണ്ട്. ആ നേരത്തില് എന്റെ മോനായിരുന്നു സ്റ്റുഡിയോയില് സൗണ്ട് എഞ്ചിനീയർ, സാജൻ പറയും, ഞങ്ങളുടെ മൂത്ത മോൻ, അവനാണ് സൗണ്ട് എഞ്ചിനീയർ. അപ്പോൾ പറഞ്ഞു, അങ്കിൾ അവിടെ പോയി ഇരിക്കും, ഞാനിത് റെഡിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവനും മമ്മൂട്ടിയായിരുന്നു ചേർന്ന്. രവിയേട്ടൻ ട്യൂൺ കൊടുത്തെങ്കിലും അവനാണ് ശരിക്കും വന്നിട്ട് കൂടെ ഇരുന്ന് വർക്ക് ചെയ്ത് മമ്മൂട്ടിയെ കൊണ്ടത് പാടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇത് ഞാൻ തന്നെയാണോ പാടിയിരിക്കുന്നത് എന്ന് ചോദിച്ച് ആളാണ്. മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ സിനിമയ്ക്ക് എന്താണോ ആവശ്യം അതിലേക്ക് കിടക്കുന്നു. അപ്പൊ ഈ പാടുന്നതിനെ കുറിച്ചും പാട്ടിനോട് ഭയമുള്ള ആളുകളെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഞാനിവിടെ ഇത്തിരി പെട്ടിരിക്കുകയാണ്. മറ്റു ചില എപ്പിസോഡുകൾ പോലെ അല്ല. പാട്ട് വരുമ്പോൾ പാട്ടിനെ കുറിച്ചും പാട്ടിന്റെ വരിയൊക്കെ അറിയാമെങ്കിലും ഈ പാടുക എന്നൊക്കെ പറയുന്നത് വലിയ ആ കടലിന്റെ തീരത്ത് ഇപ്പോഴും മറ്റേ അനന്തസാഗരത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ ഒരാളെ കൂടെ ഒന്ന് എന്റെ കൂടെ വിളിക്കുകയാണ്. കാരണം അതൊരു സഹായം ഇല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വലിയ പാടായിരിക്കും. പാടാനറിയുന്ന പാട്ടിനെ സ്നേഹിക്കുന്ന ഒരാളും കൂടെ വരിക എന്നത് വളരെ അത്യാവശ്യമാണ്. നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ചലച്ചിത്ര പിന്നണി ഗായകൻ, സംഗീതത്തിന്റെ അറ്റവും മൂലയും മുറിയും എല്ലാം എവിടെ നിന്ന് ഏത് രാത്രി വിളിച്ചു ചോദിച്ചാലും കാണാതെ പറയുന്ന സുഹൃത്തുക്കളിൽ ഒരാൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, പ്രിയപ്പെട്ട സുദീപ് കുമാർ. സുദീപേട്ടാ നമസ്തേ. നമസ്കാരം. അപ്പോ ഒരു സന്തോഷം പറയട്ടെ. പറയൂ. ഈ സുദീപിനെ ഇൻട്രോഡ്യൂസ് ചെയ്തത് ഞാനാണ്. അതും ഗംഭീരായി. ആദ്യത്തെ പാട്ട് സിനിമ പാടുന്നത്, അത് രചനയും സംഗീതവും
കൈതപ്രസാദിന്റെ അത് താലോലം എന്ന സിനിമ. താലോലം സിനിമയിലെ പാട്ട് വന്നില്ല, പക്ഷെ അതാണ് എന്റെ തുടക്കം. വരാത്തോണ്ടാണ് ഇനി ഞാൻ തുടക്കം. ചോദിക്കുന്നത്. അതുകൊണ്ടാ നമ്മള് പറഞ്ഞപ്പോ ഈ ഹിസ്ഹൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ നിന്നാണ് ഞാൻ തിരുമേനി ഉണ്ടായിരുന്നത് കൊണ്ട് തുടങ്ങിയത് അവിടെ നിന്നാണ്. അതെ. എന്നാൽ ഹിസ്ഹൈനസ് അബ്ദുള്ളക്ക് മുമ്പിലോട്ട് പോയാലും തേനും വയമ്പും മെയ് മാസ പുലരിയിൽ അതെ. എത്രയോ ആ, ഈ 7 സ്വരങ്ങളും എന്ന് ചൂള മുതല്. ചൂള എന്ന് പറയുമ്പോ ഒരു കാര്യം ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. സത്യനന്ദിക്കാട് സാറാണ് അതിലെ ഒരു പാട്ട് എഴുതി. അതിലെ വരികള് അതെ. എഴുതിയിരിക്കുന്നത്. 2 പാട്ടുകളല്ലേ? രണ്ട് പാട്ടുകൾ. രണ്ട് പാട്ടുകളിൽ ലിറിക്സ് എഴുതിയത് സത്യനന്ദിക്കാട് സാറാണ്. പൂച്ചൽ ഖാദർ സാർ എഴുതി. രണ്ടുപേരും എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പുള്ളൊരു രവീന്ദ്രൻ മാഷുടെ പാട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്നൊക്കെ ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ എങ്ങോട്ട് പോകും? എനിക്ക് എൻ്റെ ഓർമ്മയിലൊരു, ഞാൻ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് ഈ ചൂള ഇറങ്ങുന്നത്. അന്ന് അത്ര ഈ പാട്ടൊന്നും ഓർമ്മിച്ച് വെക്കാനുള്ള ഒരു ഇതില്ലെങ്കിൽ പോലും ഇപ്പോഴും സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം എന്ന് പറയുന്നത് ആ പാട്ടും, അതുപോലെ തന്നെ താരകയും മിഴിതളിൽ കണ്ണീരുമായി. അപ്പൊ യേശുദാസ് സാറിന്റെ ശബ്ദം നമ്മൾ അതിനു മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ വേറൊരു ഡയമെൻഷനിലാണ് നമ്മൾ ആ പാട്ടിൽ കേൾക്കുന്നത്. താരകേ മിഴിതളിൽ കണ്ണീരുമായി താഴെ തിരയുവതാരേ നീ ഏതോ കിനാവിൻ്റെ ഏകാന്ത തീരത്തിൽ ഒലിഞ്ഞുവോ നിൻ പുഞ്ചിരി. അതുപോലെ മറ്റേ പാട്ടും സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം മന്ദാരക്കാടിനു മൗനം എന്തു പറഞ്ഞാലും എന്നരികിൽ എൻ പ്രിയനെപ്പോഴും മൗനം. സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം മന്ദാരക്കാടിനു മൗനം. രവീന്ദ്രൻ മാഷ്ക്ക് അദ്ദേഹം ചെയ്ത പാട്ടുകൾ ഏതെങ്കിലും പാട്ടുകളോട് ഒരു മമത കൂടുതൽ ഉള്ളതായിട്ട് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? പുറത്തൊരു ചോദ്യം ചോദിച്ചാൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് എപ്പോഴും എല്ലാം എന്നൊക്കെ പറയുള്ളായിരിക്കും. അങ്ങനെ തന്നെയാണ് പറയാറ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും, ഒന്ന് പറയും പിന്നെ അടുത്ത് പറയും, അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. ഇത് ചോദിക്കും, ഒരച്ഛനോട് മക്കളെ ആരോടാ കൂടുതൽ സ്നേഹം ചോദിക്കാൻ പാടില്ല. പിന്നെ ഈ മോഹന കുഞ്ഞുങ്ങൾ കുറെ ഉണ്ട്. അതെ, മോഹന കുഞ്ഞുങ്ങൾ മോഹനൻ രാഗത്തിൽ ഒരുപാട് പാട്ടുകൾ. അതെല്ലാം ബെസ്റ്റാണ്, സൂപ്പറാണ്. അത് എല്ലാം നമ്മൾ വിചാരിക്കും ഡിഫറെന്റ് ആണ് എന്തായാലും അല്ലേ? ദേവരാജ മാസ്റ്ററുടെ കുറെ പാട്ടുകളുണ്ട് മോഹനത്തിൽ അല്ലെ, ഒരു 32 പാട്ടുണ്ട്. അതിനോടൊന്നും ഒരു ബന്ധമില്ലാതെ മോഹനം ഏറ്റവും സിമ്പിൾ സ്കെയിലാണല്ലോ, ഒരു 5 സ്വരങ്ങളേ ഉള്ളൂ. ആ സ്വരങ്ങൾ വെച്ചിട്ട് ഇപ്പൊ കൈതപ്രസാദിന്റെ രചനയിൽ ഒരുപാട് കളിവീട് ഉറങ്ങിയല്ലോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം, അങ്ങനെ കുറെ പാട്ടുകൾ. അത് തിരുമേനി സംഗീതം ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. തിരുമേനി വരി എഴുതിയിട്ടുള്ളതല്ലാത്ത രവീന്ദ്രൻ മാസ്റ്റർ പാട്ടുകളിലെ 2 പാട്ട് പെട്ടെന്ന് തിരുമേനിയോട് ആലോചിക്കാൻ സന്ധ്യക്ക് ഞാൻ പറയും, എനിക്ക് അത്ര ഇഷ്ടമായത്. പിന്നെ തേനും വയമ്പും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മോഹന കുഞ്ഞുങ്ങളിൽ ഏറ്റവും മനോഹരൻ, ഏറ്റവും സുന്ദരനായ ഒരു കുഞ്ഞെന്ന് പറയുന്നത് തിരുമേനിയുടെ രചനയിൽ മാസ്റ്ററുടെ ഏതോ നിദ്രതൻ. അത് തിരുമേനി തന്നെയല്ലേ? അതാണ് അതെ, അതാ ഞാൻ പറഞ്ഞത്. മോഹനത്തിൽ എന്ന് പറഞ്ഞപ്പോ മാഷ് മോഹനത്തിന്റെ പല കളേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളറാണ് അസാധ്യ പ്രണയത്തിന്റെ ഭയങ്കര സംഭവം. അതാ പിക്ചറൈസിങ് നല്ല ഇതാണ്. അയാൾക്ക് അത് എഴുതുകയാണെന്ന് പറയുന്നതാണ്. മാത്രല്ല രവീന്ദ്രൻ മാഷ് ഞാൻ നേരത്തെ പറഞ്ഞു പറയില്ല, അതായത് ഈ പെട്ടെന്ന് വെസ്റ്റേണിലോട്ട് പിടിക്കുക എന്ന് പറയുന്നത് ഒരു നമ്മൾ സെമി ക്ലാസിക്കൽ പാട്ടുകളാണല്ലോ അദ്ദേഹത്തിന്റെ നമ്മൾ പെട്ടെന്ന് ഓർമ്മയിൽ നമുക്ക് വരിക. എന്നാലും ഇപ്പോൾ ധനത്തിലെ പാട്ട് ആനയ്ക്കെടുപ്പത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ബീച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് വെസ്റ്റേൺ പാട്ട് പോലെ കുറെ ഇൻസ്ട്രുമെന്റ്സ് മാളിക വാതിൽ അവിടേക്ക് എത്തുമ്പോഴത്തേക്ക് അതിലൊരു വെസ്റ്റേൺ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്ന പരിപാടി. എന്തിനു വേറൊരു സൂര്യോദയത്തിലൊക്കെ ഫ്ലൂട്ടിങ് വരുമ്പോ നമുക്ക് എന്തോ ഒരു ഭയങ്കര രോമാഞ്ചം ഉണ്ടാവും. വെസ്റ്റേൺ ഒന്നും പഠിച്ചിട്ടുള്ള ആളല്ല, പഠിച്ചിട്ടില്ല. വെസ്റ്റേൺ പഠിച്ചിട്ടൊന്നുമില്ല. കർണാടിക് മ്യൂസിക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ മാഷിന് നോട്ട്സ് മനസ്സിലാവുമായിരുന്നു.
അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു ശരി പറഞ്ഞു കൊടുക്കാനും. ഈ അയാൾക്ക് അത് എഴുതുകയാണ് പറയുമ്പം പിന്നെ താമര അതില് ഒരു അറബിക് സ്വഭാവം. അതെ, അത് ഞങ്ങൾ ആരോഗ്യ സ്വഭാവം. അല്ല, അതിന്റെ ഓർക്കസ്ട്രേഷനിൽ അറബിക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൃഷ്ണാനി ബേഗനെ ബാരോ എന്നുള്ള കർണാട്ടിക് കൃതിയുടെ ഒരു ചുവട് പിടിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പം തിരുമേനിയുടെ പാട്ടുകളിൽ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പാട്ടുകളിലൊക്കെ തന്നെയും മാഷ് ചെയ്യുമ്പോൾ ഇത് വെസ്റ്റേൺ എന്നല്ല. പിന്നെ കൈതപ്രസാദിന് അറിയാം, അദ്ദേഹം കർണാട്ടിക് മ്യൂസീഷ്യൻ കൂടിയാണല്ലോ. കർണാട്ടിക് സംഗീതം ആധികാരികമായിട്ട് എൻ്റെ കൃത്യമായ അടിസ്ഥാനത്തിൽ പഠിച്ച പിന്നെ വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചില്ലെങ്കിൽ അത് മനസ്സിലാക്കാനും ചെയ്യാനും സാധിക്കും. മാഷക്ക് അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നു. പിന്നെ വരികളോടൊപ്പം തന്നെ സംഗീതബോധം കൂടെ ഉള്ളത് കൊണ്ടാണ്. അതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. കമല് ആദ്യം പറഞ്ഞിരുന്നു ഈ ആ പാട്ടിന്റെ ഇതിൽ കുറെ ഭയങ്കര ഒരു വയലൻസിന്റെ ഒരു സംഭവം ഇടയിലുണ്ടായിരുന്നു. അപ്പൊ പിന്നെ മാറ്റിയതാ, പാട്ടിന്റെ ഭംഗി കൊണ്ട് പിന്നെ അത് മാറ്റിയതാ. ഓ ഇവർക്ക് ആക്സിഡന്റ് പറ്റുന്നതും ഇതൊക്കെ അതിൽ കാണിക്കാനുണ്ടായിരുന്നു ഉദ്ദേശം. ഓ ശരി. വേണ്ട അത് പിന്നെ കുഴഞ്ഞ് വീഴുന്ന അത് മാത്രമാക്കി ഒതുക്കി. ഈ പാട്ടിലെ വിഷ്വലിൽ വയലൻസ് വരുന്ന ഒരു കാര്യം പറയുമ്പം അതെ. ഒരു കാര്യം ഇവിടെ ഈ അവസരത്തിൽ അത് പറയാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് ഓർക്കില്ലെങ്കിലും നമ്മൾ രവീന്ദ്ര മാഷെ പറ്റി പറയുമ്പോൾ ഹരിമുരളീരവം എന്ന് പറയുന്ന ഒരു പാട്ട് ഉറപ്പായിട്ടും നമ്മൾ പറയണം. ആ പാട്ടിൽ 2 കൊലപാതകമുണ്ട്. ഓർമ്മയുണ്ട്? അതിന്റെ വിഷ്വലിന്റെ ബീജത്തില് 2 കൊലപാതകമുണ്ട്. നമുക്ക് ഹരിമുരളീരവം എന്ന് പറയുന്ന ഒരു പാട്ട് നമ്മൾ ഒരു ക്ലാസിക്കലായിട്ട് അതിന്റെ വിഷ്വൽ വരുമ്പം അതെ, അത് ബോംബെയിലെ ഒരു ദാദ പോയി ഒരു കല്യാണ വീട്ടിൽ കയറി ചെയ്യുന്നത്. അഭിമന്യുവിലെ പാട്ടുകളില് അതെ അങ്ങനത്തെ ഒരു സ്റ്റോറി അങ്ങനെ ആയിരുന്നു. അല്ല, അഭിമന്യു എന്ന് പറഞ്ഞ സിനിമ കൈതപ്രം സാറിന്റെയും രവീന്ദ്ര മാസ്റ്ററുടെയും കോമ്പിനേഷനിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. രാമായണക്കാറ്റെ പോലെ ഒരു പാട്ട് നമുക്ക് ഇത്രയും വർഷത്തിന് ശേഷം സ്റ്റേജിൽ അത് എപ്പോഴും ആ ഇറങ്ങിയ വർഷത്തെ അതേ സ്പിരിറ്റോട് കൂടി ആള് പാടുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പാട്ടാണ് അല്ലെ. പിന്നെ ഞാൻ എപ്പോഴും സാറിനോട് തന്നെ ചോദിക്കാറുണ്ട്, എന്താണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു കാറ്റിനെ കുറിച്ചല്ലേ, രാമായണ കാറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റ്. അത് ഞാൻ അതിലേക്ക് വരുമ്പോ ഒന്നുകൂടെ തിരുമേനിയോട് ഞാൻ നേരത്തെ അമരത്തിനെ പറ്റി പറഞ്ഞപ്പോൾ നൗകയെ പറ്റി പറഞ്ഞല്ലോ. ഈ രാമായണക്കാറ്റ് ബോംബെയിലാണ് നടക്കുന്നത്. അവിടെ രാഖി ബന്ധനങ്ങളിൽ സൗഹൃദങ്ങൾ പടർന്നു വരും എന്നൊരു വരി അതിനകത്ത് എഴുതുക എന്ന് പറയുന്നത് അത് പലരും തെറ്റിച്ച് രാത്രി ബന്ധനങ്ങൾ രാഖിയാണത്, രാഖി ബന്ധനത്തിന്റെ ആണ്. അതുപോലെ ഈ ഹോളി സെലിബ്രേഷന്റെ ഒരു അറ്റ്മോസ്ഫിയറിലാണല്ലോ ആ പാട്ട്, രാഖി ബന്ധനവും ഈ ബോംബെയുടെ ഇത് കാണിക്കാൻ. അതിൽ വേറൊരു പാട്ടുണ്ട്, ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തി മോറിയ. അത് പിന്നീട് കുറെ ഇങ്ങോട്ട് അരയന്നങ്ങളുടെ വീട് എന്ന് പറയുന്ന പൂക്കുന്ന നാട്ടിൽ അതിലും അതിനകത്ത് ഹോളിയുടെ അത് പക്ഷെ ഗിരീഷേട്ടൻ എഴുതിയതാണ്. അത് എഴുത്തല്ലേ സംഗീതത്തിന്റെ പറയുന്നത്. സംഗീതത്തിലും ഈ ബോംബെ ആണോ ഈ കഥാപാത്രം, അതൊരു എഴുത്തുകാരനാണെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും. ഹിന്ദി പാട്ട് ചെയ്തില്ലേ, അത് ടപ്പേന്ന് പറഞ്ഞ ഹിന്ദിയിൽ നിന്ന് ഇത് മലയാളത്തിലോട്ട് ചാടുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതെ, നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ കേരളത്തിലോട്ട് വന്നിട്ട് ഇങ്ങനെ ഈ ട്രെയിൻ കേരള സംസ്ഥാനത്തിലോട്ട് കയറുന്നില്ല, കൊന്നപ്പൂ പൂക്കുന്ന മറ്റേ പാട്ടില്. അതെ അതെ, ശരിക്കും അഭിമന്യുവിലെ പാട്ടുകൾ നോക്കുമ്പോൾ അതിലേറ്റവും ആ പാട്ട് ഒന്ന് ഗണപതി ബപ്പ മോറിയ ഒരു ആഘോഷത്തിന്റെ ഈ ഗണേശോത്സവത്തിന്റെ പാട്ട്, അതുപോലെ ഈ നമ്മൾ പറഞ്ഞ പാട്ട് രാമായണക്കാറ്റ് എന്ന് പറഞ്ഞത് ഒരു ആഘോഷത്തിന്റെ പാട്ട്. അതിലേറ്റവും മനോഹരമായ പ്രണയഗാനം ഉള്ളതാണ് കണ്ടു ഞാൻ മിഴികളിൽ. എം ജി ശ്രീകുമാരേട്ടന്റെ കരിയറിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അതാണ്. എല്ലാ പാട്ടും എം ജി ശ്രീകുമാരൻ പാടിയിരിക്കുന്നത്. കൺമണി തിങ്കള് നിൻ കളങ്കം കാശ്മീര കുങ്കുമം നീ സുമംഗലിയാകും ദീർഘ സുമംഗലിയാകും. ആശംസയാണ്. അത് ഒരു പക്ഷെ ഇതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആണ്. നമ്മളിപ്പം ഇതിപ്പോ റിഹേഴ്സൽ ചെയ്തല്ലോ നമ്മൾ മിണ്ടുന്നത്. ഇത് മലയാളിയുടെ ബ്ലഡില് മിക്സ് ചെയ്ത് വിട്ടേക്കാണ്. അരിച്ചെടുത്താൽ ഇതെല്ലാം വരും. അല്ലാതെ സ്വർണ്ണത്തരികൾ കിട്ടും, അതിൽ സ്വർണ്ണത്തരികൾ കിട്ടുന്ന അവസ്ഥയിലുള്ള സൃഷ്ടികളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ അവസരത്തില് രവീന്ദ്രൻ മാസ്റ്റർ ഒരു പാട്ട് പാടി സിനിമയിൽ വളരെ ജനകീയനായി എത്തിയ ഒരാൾ, നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാൾ, പ്രിയപ്പെട്ട ഗായകൻ ബിജു നാരായണൻ. രവിയേട്ടനെ ഓർക്കും. എൻ്റെ സിനിമാ സംഗീത ജീവിതം തുടങ്ങുന്നത് രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതത്തിലൂടെയാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ പാട്ട് പാടിയിട്ടാണ് മലയാള ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നത്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ടും നിമിത്തമായിട്ടും കരുതുകയാണ്. മാഷുടെ ഒരുപാട് നല്ല ഗാനങ്ങൾ പാടുവാനുള്ള ഭാഗ്യമുണ്ടായി. പിന്നീട് ചൈതന്യം, മലയാള മാസം, ചിങ്ങം 1, എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ, വടക്കുംനാഥൻ, അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടാൻ സാധിച്ചു.
അതേപോലെ തന്നെ ഒരുപാട് നല്ല സീരിയലുകൾ അമൃതയിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്ത പകൽ വീട് എന്ന സീരിയലിലെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ, ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ്, അതൊന്നും ഒരിക്കലും മറക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള സ്റ്റേജ് പ്രോഗ്രാംസിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഇന്നും മനസ്സിൽ ഫ്രഷായിട്ട് തന്നെ ഈ അടുത്ത കാലത്ത് നടന്ന പോലെ തന്നെ നിൽക്കുകയാണ്. 10 വെളുപ്പിന് മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. മാഷുടെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ ഹൃദയാഞ്ജലി. മലയാള സംഗീത സാഹിത്യ ഗാനരചയിതാക്കൾ അല്ലെങ്കിൽ പാട്ടെഴുത്തിലെ ഒരു താരമായി, അല്ലെങ്കിൽ പാട്ടെഴുത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങുന്ന ഒരു ഏരിയയിൽ അതിൻ്റെ പ്രഥമ ഗണനീയനായി വന്ന ഒരാളുടെ മകൻ, നിരവധി പാട്ടുകൾക്ക് വരികൾ എഴുതിയിട്ടുള്ള ഒരാൾ, എഴുത്തുകാരൻ, വളരെ സ്നേഹപൂർവം ഈ ഒരു ഓർമ്മ പുതുക്കലുകൾക്ക് വീണ്ടും പുതുമകൾ സമ്മാനിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു വളരെ പ്രിയപ്പെട്ട വയലാർ ശരത്ചന്ദ്രവർമ്മ. ശരത്തേട്ടാ നമസ്കാരം. 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 ശരത്തേട്ടനും കൂടെ വന്നോടുകൂടി നമുക്ക് എനിക്കൊരു ധൈര്യമായി. സുദീപേട്ടനുണ്ട്. ഇതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇതൊരു രവീന്ദ്ര മണ്ഡല കാലമാണ്. അതിലെ തന്ത്രിയാണിത്. അക്ഷരം കൊണ്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുന്നു. ഉറക്കപാട്ടും ഉണർത്തുപാട്ടും പാടുന്ന ദാസേട്ടന്റെ പ്രതിനിധി അദ്ദേഹം ഉണ്ട്. ഭാര്യ പ്രഭയ, ശരിക്കും പ്രഭാവ്. അതെ, ശാസ്താവിന്റെ എന്ന് പറഞ്ഞാൽ പ്രഭയ്ക്ക് വരെ ശോഭ എന്നുള്ളൊരു അർത്ഥമുള്ളൂ. അർത്ഥം മാത്രമേ വരുന്നുള്ളൂ. ഇതിനിടയ്ക്ക് ഞാൻ പമ്പയില് മസാല ദോശക്കട നടത്തുക. അതൊക്കെ ആയിക്കോളും. പമ്പയില് കോൺട്രാക്ട് ബേസിസില് നാളികേര വിൽപ്പനയും മസാല ദോശയും എന്താ ഞാൻ ഏതെങ്കിലും ഞാൻ ആ മസാല ദോശ തിന്നിട്ട് ഒരു ദിവസം നിരീക്ഷണം മുകളിൽ കയറാറുണ്ട്. അങ്ങനെ ഇവിടെ എത്തി. അതെ, തിരിച്ചങ്ങനെ ഇറങ്ങി പോയത് തന്നെ. അത് ഗംഭീരായി. ഒരു പടമാണ് ഞാൻ ഒറ്റ പടം, ഒരു പടം ചെയ്തുള്ളൂ. രണ്ടാമത്തെ പടം ചെയ്യാൻ ഒരവസരം വന്നു. രഞ്ജിത്തിൻ്റെ തന്നെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന പത്മകുമാറിൻ്റെ അമ്മക്കളെ കൂടെ. അപ്പം എന്നെ അതിനകത്ത് പെടുത്താൻ പറ്റി പറയും. ചിലപ്പോൾ എന്നല്ല, രവീന്ദ്രൻ മാസ്റ്ററെ ഇതിനെ പിടിക്കാൻ ചൂണ്ടയ്ക്ക് പിടിച്ചു നിർത്താനായിട്ട് തിരുമേനി ചേട്ടനെ പറ്റുള്ളൂ. അതുകൊണ്ട് ശരത്തിനെ എടുക്കുന്നില്ല. കാര്യം ഡയറക്ടർ പുതിയ ആളാണ്. അപ്പം അതുകൊണ്ട് തിരുമേനി ചേട്ടൻ തന്നെ ഉള്ളൂ. അതുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു കോഴിക്കോട് നിന്ന്. പിന്നെ ഞാൻ ചെല്ലുമ്പോഴേ മാഷ് പറഞ്ഞത് വന്നിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ഓർക്കണം. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്പുറം ഉള്ള നാട്ടിലേക്കാണ്. കോഴിക്കോട് വെച്ചിട്ടാണ് ഞാൻ മിഡിരണ്ടിൽ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അവരുടെ ഒരു മാനസികമായിട്ട് അനുഗ്രഹം മേടിച്ചിട്ടേ ഇരിക്കാവൂ എന്ന് പറഞ്ഞ് അങ്ങനെ തിരുവേനിയ മനസ്സുകൊണ്ട് ഗിരീഷ് അവിടെ വന്നു. പിന്നെ ഒന്നാമതായി ചെന്നപ്പോഴേ എനിക്ക് പേടി. എന്നെ വിളിച്ചപ്പോൾ എനിക്ക് പേടിയായി. കാര്യം രഞ്ജിത്ത് എന്ന സംവിധായകൻ രവീന്ദ്ര മാഷ് അങ്ങനെ നിൽക്കുന്നു. അപ്പം ചെന്നപ്പോഴേ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ തമ്പിച്ചേട്ടൻ്റെ പാട്ടായിരുന്നു. തിരുവനന്തപുരം ചേട്ടൻ പറ്റി പറയുന്നില്ല, പൂക്കളം കാണുന്ന പൂമരം പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം. ഇങ്ങനെ നിൽക്കുകയില്ല 6 അടി പൊക്കത്തിൽ. എഴുന്നള്ളിക്കാൻ ഒരു നെറ്റിപ്പട്ടം കിട്ടിയാൽ എഴുന്നള്ളിക്കാനും കൊള്ളാമെന്ന് വരില്ല. പക്ഷേ എന്നോടുള്ള സമീപനം വളരെ സൗമ്യവും വാത്സല്യം നിറഞ്ഞായിരുന്നു. അതുകൊണ്ടൊക്കെ കാര്യം എൻ്റെ ആദ്യത്തെ ഒരു എഴുത്താണ്. അതിന് മുമ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ കൂടിയും ഞാൻ സ്വതന്ത്രമായിട്ട് ദൂരെ മാറിയെന്ന് ചെയ്യുന്നത്. മറ്റേ ദേവരായ മാഷിന്റെ ആദ്യത്തെ അനുഗ്രഹം ഉണ്ടായിരുന്നു കൂടി ഇതുണ്ടായിരുന്നു. ആദ്യത്തെ പടത്തിൽ തന്നെ ശരത്തേട്ടൻ എഴുതിയ ആ 3 പാട്ടുകളും ആ 3 പാട്ടുകളും എവർഗ്രീൻ ഹിറ്റ്സ് ആണ്. കഞ്ചമാണ്, നെഞ്ചിലുള്ള കിളിച്ചൊല്ലി, എല്ലാം അറിയുന്ന പ്രായമായില്ലേ, അതുപോലെ അതില് മറ്റൊരു പാട്ട് ഓമനെ തങ്കമേ എന്ന പാട്ടുണ്ടല്ലോ. ആ പാട്ട് ഇറങ്ങിയ സമയത്ത് എനിക്ക് ആ പാട്ട് കേട്ട് പഠിച്ചിട്ട് ഇതിന്റെ ഒരു വാക്ക് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ശരത്തേട്ടനെ ഫോണിൽ വിളിച്ചു ചോദിച്ചു, ശരത്തേട്ടൻ എന്താണ് ഈ പൂവലങ്കം? പൂവലങ്കം എന്നൊരു വാക്കുണ്ട്. അപ്പൊ ശരത്തേട്ടൻ പറഞ്ഞു പൂ പോലെയുള്ള അംഗം എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു തന്നതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നു. ഈ ആദ്യം എനിക്ക് ട്യൂണിട്ട് എഴുതുന്ന ആദ്യത്തെ പിന്നെ സിനിമ എനിക്ക് ഇപ്പം ആദ്യത്തെ ഈ ഓമനെ തങ്കമേ ട്യൂൺ മാഷ് തന്നു. ഞാൻ 3 അക്ഷരത്തിന്റെ 2 വാക്കാണ് തുടങ്ങുന്നത്. നീ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും നല്ല 2 പെണ്ണുങ്ങളുടെ പേര് ഓർത്തോളം പറഞ്ഞു. അങ്ങനെ ഓർത്തു. പക്ഷെ അങ്ങനെ 2 പേരും ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അറിഞ്ഞത്. അത് ഒരാളുടെ നമ്മുടെ നാട്ടിലെ ആളാ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് തങ്കം എന്നും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനിയത്തിന്റെ പേര് ഓമനെന്ന് എഴുതി കഴിഞ്ഞെങ്കിലും ശരത്തെ എന്തിനാണ് 2 പേരും കൂടെ വേണം. പക്ഷെ എന്നെ അതിന് വഴി തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ മാഷാണ്. ശ്രദ്ധിക്കപ്പെട്ട പാട്ട് ഒരു പക്ഷെ എനിക്കൊന്ന് ആലിലെ താലിയുമായി വരും നീതികളെ. അതിനകത്തൊരു ഈ ആമ്പലും ചന്ദ്രനും തമ്മിലുള്ള ഒരു പ്രണയം, അത് ശരത്തേട്ടൻ മേലെ മാളികയിൽ നിന്നും
രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം. അത് മാസ്റ്റർ പാട് കേൾക്കുമ്പോഴാണ് ഒരു വേറൊരു നമ്മളിപ്പോൾ ജയൻ ചേട്ടൻ്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോഴും അതിനു മുമ്പേ ഈ ഇപ്പം തിരുമേനി ചേട്ടൻ പാടുന്നതിന് വേറൊരു സുഖം ഉണ്ടാവും. കാര്യം രചനയും സംഗീതവും അറിയാവുന്ന ആളാണ്. അപ്പോൾ വാക്കിന് എന്ത് ഭാവം കൊടുക്കണം, സംഗീതത്തിൻ്റെ ഇതും കൊടുക്കാം. ഇത് രവീന്ദ്ര മാഷ് ഇത് അവർ പാടുമ്പോൾ നമുക്കൊരു സംഗീത ഗായകന്റെ ശബ്ദം കേൾക്കുന്നതും ഇവരുടെ ഒരു റോ ശബ്ദമുണ്ട്, വേവിക്കാത്ത ശബ്ദം, ഒറിജിനൽ. അതിന്റെ ആ സുഖം നല്ല രസം കേൾക്കാൻ. അപ്പൊ ആ പാട്ട്, ഈ 3 പാട്ടും ഇപ്പൊ രവീന്ദ്ര മാസ്റ്ററുടെ മൊത്തത്തിലുള്ള സിനിമയിലെ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഈ പാട്ട് അതിന്റെ ഏറ്റവും മേളിൽ തന്നെ ലിസ്റ്റിൽ വരുന്ന 3 പാട്ടുകളാണ്. അപ്പോൾ ഒരു സിനിമ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാലും നമുക്ക് ശരത് എഴുതിയിട്ടുള്ള ആദ്യത്തെ പാട്ട് വിനായകനെ കുറിച്ചുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. അതില് ഈ വ്യാസന്റെ മാനസ വ്യാസമാണെന്നവനെ വ്യാസൻ തന്നോട് മാനസിക വ്യാസം അത് ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് എന്തിനാന്നുള്ള പാട്ടുണ്ടല്ലോ, അതിനൊരു കഥയുണ്ട് വേറെ. അത് വേറൊരു പാട്ട് രഞ്ജിത്ത് ഡയറക്ടർ വന്നിട്ട് ഇത് വേണമെന്ന് പറഞ്ഞതാ. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല എന്നുള്ള പാട്ട് അതേപോലെ അത് തന്നെ അതേ മീറ്റർ തന്നെ എഴുതിയത്. ആ പാട്ടാണ് എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു, എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു, കഞ്ചബാണെഴുന്നള്ളും നെഞ്ചിലുള്ള കിളി എല്ലാം എല്ലാം അറിയുന്ന പ്രായമായില്ലേ, ഇനി മിന്നും പൊന്നും അണിയുക കാലമായില്ലേ. എന്നിട്ട് എന്തായി ട്യൂൺ അത് പാട്. എന്നിട്ട് അത് രസമല്ല. അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ അതേ രാഗത്തിനെ ബേസ് ചെയ്ത് വേറൊരു ഛായയില് ഇതാണ് തോന്നാത്ത രീതിയിൽ മാസ്റ്റർ അകത്തിരുന്ന്, ഇപ്പൊ എന്നെ ഒന്നും ആരും അറിയില്ല, എന്നെ കണ്ടാലൊന്നും അറിയില്ല. അവിടുത്തെ ഫ്ലാറ്റിൽ ഒരു മുറി ഇരുന്ന് ഇദ്ദേഹം ഇതേ രാഗത്തിൽ തന്നെ മറ്റൊരു റൂട്ടിൽ ചെയ്തു. അപ്പൊ ഞാൻ ഈ സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. എന്നെ ആരും അറിയില്ല. ഞാൻ പുറത്തിറങ്ങി എനിക്ക് പേടിയാണല്ലോ ഇത് എന്താകും എന്നറിയത്. ആദ്യത്തെ പിന്നെ കല്യാണമല്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ പേടിച്ച് സിഗരറ്റ് വലിച്ചിട്ട് ഒരു ഓട്ടോക്കാരൻ വന്നു. വേറെ ആ ഫ്ലാറ്റിൽ ആരെയോ കൊണ്ട് ഇറക്കാൻ വന്നപ്പോഴത്തേക്ക് ഈ ഓട്ടോക്കാരൻ കാശ് മേടിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ശ്രദ്ധിച്ചത് ഒരു ചെവി അവിടെയായിരുന്നു. കാര്യം അത് അപ്പം തന്നെ ഒരു സാധാരണ മനുഷ്യനിലേക്ക് ആ പാട്ട് ഇറങ്ങി. ഒന്നുമല്ല, വെറുതെ ഒരു ഹാർമോണിയവും ഈ ശബ്ദവും മാഷിൻ്റെ ശബ്ദവും മാത്രമേ ഉള്ളൂ. ഈ ശബ്ദം പുറത്തു നിന്ന് കേൾക്കുന്ന ഓട്ടോക്കാരൻ എന്നോട് ചോദിച്ചു, ആരാ അത്? രവീന്ദ്ര മാഷ. കൊള്ളാം കേട്ടോ ഈ പാട്ട്. ആ സാധന ആദ്യത്തെ പാട്ടിന്റെ ജനനത്തിൽ തന്നെ ഒരു തീരുമാനം സാധാരണ ശ്രോതാവ് എടുക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് കഴിഞ്ഞ് ആരൊക്കെ പറഞ്ഞു അത് വേണ്ട, ഇത് മറ്റൊരു പാട്ടിന്റെ ഛായയിൽ രവീന്ദ്ര മാഷ് ചെയ്യണ്ട, അതെ അതൊരു അങ്ങനെ തോന്നിപ്പിക്കണ്ട. അങ്ങനെ ഉണ്ടായതാണ് എന്തിനായി തടം തുടിച്ചു, അതെ എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു. സിനിമ പാട്ടുകൾക്ക് സിനിമ വിട്ടൊരു ജീവിതമുണ്ട്. സിനിമയുടെ ഒരു കാലത്തിന് ശേഷവും കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ഒക്കെ അപ്പുറം പാട്ടിനൊറ്റയ്ക്കൊരു വലിയ കാലം കഴിഞ്ഞുള്ള ഒരു യാത്രയുണ്ട്. അതായത് ഇപ്പോഴൊക്കെ പിന്നെ ഡിജിറ്റൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ചില പാട്ടുകൾ വെറുതെ ഡിജിറ്റൽ സ്പേസിലൊക്കെ ഹിറ്റാവും. എന്നാൽ കുടജാദ്രിയിൽ കുടികൊള്ളും പോലെയുള്ള പാട്ടുകൾ പടം റിലീസായിട്ടില്ല. റിലീസല്ല, ഷൂട്ട് ചെയ്തിട്ടില്ല. ഷൂട്ട് ചെയ്തിട്ടില്ല, ഒരു പടമില്ല, ഷൂട്ട് ചെയ്തിട്ടേ. നീലക്കടമ്പ് എന്ന് മറ്റല്ലേ സിനിമയുടെ പേര്? നീലക്കടമ്പ്. ദീപം കയ്യിൽ സന്ധ്യാദീപം. മറ്റേതുപോലെ പിന്നെ നീലക്കുറിഞ്ഞി ആ പാട്ടൊക്കെ ഇപ്പൊ നേരത്തെ ശരത്തേട്ടൻ പറഞ്ഞ ലിസ്റ്റിൽ വരുന്ന 2 പേരാണ്. ഒന്ന് ജയകുമാർ സാറും അതുപോലെ ഭാസ്കരൻ മാഷും. ഇവരുടെയും പാട്ടുകൾ ഇതുപോലെ രവീന്ദ്ര മാഷുടെ കുറെ പാട്ടുകളുണ്ടല്ലോ. അപ്പോൾ ഈ നേരത്തെ എന്തിനായി ഇത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, 10 വെളുപ്പിന് മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. അതാണ് എന്റെ ഒറിജിനൽ ട്യൂൺ എന്ന് പറയുന്നത്. കവിതയായിട്ട് എഴുതുമ്പോൾ അതുപോലെ മറ്റേ പാട്ട്, അതുപോലെ പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി. ഇങ്ങനെ മാഷ് എഴുതി കൊടുക്കുന്നത്. എഴുതി ഇങ്ങനെ കാസറ്റ് കൊടുത്തേക്കും. രവി ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ചുവട് പിടിച്ചങ്ങ് എഴുതിയ മതി. അതായത് വരിയുടെ റെഫറൻസ്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ട്യൂണ് അദ്ദേഹം എഴുതുമ്പോൾ ഒരു വരുമല്ലോ. അതാണ് ഈ കവിത എഴുതിയിട്ട് രവി എന്നിട്ട് ആ കാസറ്റിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തേക്കും. രവി ഇതിന്റെ ചുവട് പിടിച്ചങ്ങ് ചെയ്യുമോ എന്ന്. അതാണ് പുലർകാല സുന്ദര സ്വപ്നത്തിൽ. ഈ ഇപ്പം മദഗജമുഖനെ പറ്റി പറഞ്ഞുകൊണ്ടും തിരുമേനി ഒരുപാട് ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആളായതുകൊണ്ട് നമുക്ക് രവീന്ദ്ര മാഷ 2 മൂകാംബിക ദേവിയെ പറ്റിയുള്ള 2 പാട്ടുകൾ, ഒന്ന് സൗപർണികാമൃതവും കുടജാദ്രിയിൽ എന്ന് പറയുന്ന 2 പാട്ടുകളാണ് നമുക്ക് സിനിമയിൽ നമുക്ക് താല്പര്യം കിട്ടുന്നത്. 2 രവീന്ദ്ര മാഷ്ട
പാട്ടുകളാണെന്നുള്ളതും ഒരു കൗതുകമാണ്. അതുപോലെ കൈതപ്രം സാറും രവീന്ദ്ര മാഷും കൂടെ ചെയ്ത തരംഗിണിക്ക് വേണ്ടി ചെയ്ത ഒരു അമ്മേ ശരണം ദേവി ശരണം, കണിച്ചുകുളങ്ങര. അയ്യോ, അത് നമ്മുടെ നാട്ടിൽ ഞാനൊക്കെ പുറത്തു പോയിട്ടുണ്ട്. ഈ ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിലായിരുന്നു ഇവര് താമസിച്ചിരുന്നത്. അപ്പൊ അപ്പൊ എനിക്ക് പേടിയായിരുന്നു. അപ്പൊ എനിക്ക് അന്ന് തിരുവനന്തപുരത്ത് അങ്ങനെ അത്ര പരിചയമില്ല എനിക്ക് കണ്ടു. അപ്പൊ ഞാൻ ഈ മുറിയുടെ പുറത്ത് പോയി ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട്. വന്ന് അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട്. നമുക്ക് വലിയൊരു അത്ഭുതമാണ്. കാര്യം ഒരു ടീം അങ്ങനെ നമ്മുടെ വീടിനടുത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അതിലെല്ലാ വരികളെ കുറിച്ച് നമ്മൾ ഇത്രയും പറയുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് മനോഹരമായ പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരാൾ, രവീന്ദ്രൻ മാഷോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. നമുക്ക് രവീന്ദ്രൻ മാഷെ ഓർക്കുന്നു, പ്രിയപ്പെട്ട RK ദാമോദരൻ മാഷ്. രവീന്ദ്ര മാഷെ അടയാളപ്പെടുത്തുന്നത് തന്നെ ദേവരാജൻ മാസ്റ്ററെ പോലുള്ള അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമിയെ പോലുള്ള വളരെ വളരെ നന്നായിട്ടൊരു ക്ലാസിക്കൽ സ്റ്റൈലിൽ ചെയ്യുമ്പോൾ അതേ ക്ലാസിക്കൽ പാരമ്പര്യം തന്നെ നിലനിർത്തിക്കൊണ്ട് ആ ശാസ്ത്രീയ സംഗീതത്തിനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ കൈകാര്യം ചെയ്തൊരു മനുഷ്യനാണ്. എനിക്ക് ആദ്യമായിട്ട് 83 താളം തെറ്റിയ താരാട്ടിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു അഡിദാസ് എന്നുള്ള ബനിയനും ഇട്ടിട്ട് ഒരു കൈലി കൊണ്ട് കൊടുത്തിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ ഒരു തബലിസ്റ്റുമായിട്ട് വന്നിട്ട് എൻ്റെ പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട് ഡയറക്ടർ കോളനിയിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ ഒരു മോശം ആളായിട്ട് കണക്കാക്കി. കാരണം ദേവരായ മാഷിന്റെ അടുത്തും ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അടുത്തൊക്കെ പോയിട്ട് ഈ ഇങ്ങനെ ഒരു അഡിദാസ് ബനിയനൊക്കെ ഇട്ട് വന്നപ്പോൾ ഞാൻ വളരെ അണ്ടർ റേറ്റ് ചെയ്തിട്ട് ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുമോ, എൻ്റെ പാട്ടൊക്കെ ചെയ്യാനായോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അദ്ദേഹം വന്നിരുന്നിട്ട് 4-5 പാട്ടുകൾ ചെയ്തു. താളം തെറ്റിയ താഴാട്ടെന്നിട്ട് അതിഗംഭീരമായിട്ട് എൻ്റെ പാട്ടിൽ തന്നെ ഏറ്റവും നല്ല പാട്ടാണ് ശാകുന്തളത്തിലെ പ്രേമ ദുഃഖം എന്നൊക്കെ പറഞ്ഞുള്ള വരികളുള്ളത്. അത് എഴുതി കമ്പോസ് ചെയ്തതാണ്. അതിനു മുമ്പ് ഈ സിന്ധു, ഐ ലവ് യു സിന്ധു, ഹേമന്ത ഗീതം പോലുള്ള ട്യൂൺ ചെയ്ത പാട്ടുകളുണ്ട്. അപ്പൊ ട്യൂൺ ചെയ്ത് എഴുതിക്കാനും എഴുതിയത് ട്യൂൺ ചെയ്യാനും ഒരേപോലെ കഴിവുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു രവീന്ദ്രൻ മാഷ്. അദ്ദേഹത്തിന്റെ താരകെ മിഴിതൽ കണ്ണീരുമായി എന്നുള്ള സത്യനന്ദിക്കാടിന്റെ പാട്ട്, വികാര നൗകയുമായി എന്നുള്ള കൈതപ്രത്തിന്റെ പാട്ട്, ഇതൊക്കെ വളരെ 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 നല്ലതാണ്. എനിക്ക് എന്തിനു വേറൊരു സൂര്യോദയമില്ല അതിനകത്ത് അത് എഴുതിയിട്ട് അപ്പം ആ കടലാസ് എടുത്ത് ഒരു ഹീറോ എന്തൊക്കെ ചെയ്തൊക്കെ വള്ളം ഉണ്ടാക്കുന്നതൊക്കെ ചെയ്തു. കൃത്യമായിട്ട് ആ വരികള് ആ സംഗീതത്തിന്റെ നദിയിലേക്ക് ഒഴുക്കി വിട്ട പോലെ എനിക്ക് തോന്നി. അത്ര രസകരമായിരുന്നു വിഷ്വലൈസേഷനും. ആ വരികളും അതാണല്ലോ, എന്തിനു വേറൊരു സൂര്യോദയം നീൻ പൊന്നുഷ സന്ധ്യയിൽ കൊണ്ട് മൂടുന്നു വൃന്ദാവന, സിന്ദൂരമണിയുന്നു രാഗാംബരം. അതാണ് ഞാൻ അതിലെ സിനിമയിലെ കഥാപാത്രവുമായിട്ട് ഏറ്റവും സിംഗിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇനിയും ചിലമ്പണി എന്ന് പറയുന്നത്. കഥാപാത്രം തളർന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ ഇനിയും ചിലമ്പണിയൂ എന്ന് വളരെ ഡയറക്റ്റ് ആണ്, അത്രയും കൃത്യമായിട്ട്. ഇനിയും ചിലമ്പണിയോ എന്ന് അത് മാത്രം അതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ട് പറയാം, ഈ പാട്ട് ഇവരെ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഈ RK സാറ് പറഞ്ഞ പോലെ ഈ കർണാടക സംഗീതത്തിന്റെ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് പാട്ടുകൾ ചെയ്യുന്നത്. അപ്പൊ 2 കീർത്തനങ്ങളാണ് ഈ പാട്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം എന്തിനു വേറൊരു സൂര്യോദയം, അത് അതെ അനുപല്ലവി എന്ത് നേർച്ചിന എന്ന് പറഞ്ഞ കീർത്തനമാണ്. കുറച്ചധികം നേരം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ മുഖമുദ്ര നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഓർക്കുന്ന ഒരു സെറ്റ് ഓഫ് പാട്ടുകളുണ്ട്. അതിന് ഞാനൊരു ഉദാഹരണം പറയുന്നത്, ഞാൻ ഈ സ്റ്റേജ് ഷോ ഒക്കെ ആയിട്ട് പോയപ്പോൾ ഒരിക്കൽ സ്റ്റേജ് ഷോയുടെ ബാക്കിൽ ചിലർ വന്നിട്ട് രവീന്ദ്രൻ മാഷിന്റെ ഒരു പാട്ട് പാടുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. ഈ കേൾക്കാൻ നിന്നോ കുറെ നേരം പുറത്തൊക്കെ നിന്നിട്ട് വീണ്ടും തിരിച്ച് ബാക്കിൽ വന്നു. ഞാൻ നിങ്ങളോട് രവീന്ദ്രൻ മാഷ് ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് നിങ്ങൾ പാടിയില്ലല്ലോ. ഇനിയിപ്പോ ഈ പാട്ടുകാരൻ പറഞ്ഞു, പാടിയല്ലോ, കസ്തൂരി എന്റെ കസ്തൂരി കസ്തൂരി. ഇത് രവീന്ദ്രൻ മാഷ പാട്ടാ, പക്ഷെ ഈ ഗാനമേള കേൾക്കാൻ വന്നവൻ ഉദ്ദേശിച്ച രവീന്ദ്രൻ മാഷ പാട്ട് ഇതല്ല. അതെ, അതപ്പം അതായത് രവീന്ദ്രൻ മാഷ് നമ്മൾ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി നിൽക്കുമ്പോഴും കസ്തൂരി എന്റെ കസ്തൂരി എന്നുള്ള പാട്ടായിക്കോട്ടെ, വാ വാ മനോരഞ്ജിനി സുരാംഗിനി സൂപ്പർ സുരസുന്ദരി സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ്. ഈ മാഷയുടെ ഒരു വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ സൈക്കിൾ യജ്ഞക്കാരനെ കൊണ്ട് സിന്ധു ഭൈരവി പാടിക്കാനും ഓട്ടോറിക്ഷക്കാരനെ കൊണ്ട് വസന്തരാഗത്തിൽ പാടിക്കാനും കഴിവുള്ളൊരു സംഗീത സംവിധായകൻ. അല്ല, എല്ലാരും നിങ്ങൾ ഈ പ്രമദവനം പോലെയുള്ള പാട്ടുകളുടെ പ്രത്യേകത എന്താ അറിയാവും, ഈ ചില കല ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ആ കല അറിയണം. കഥകളി ആസ്വദിക്കണമെങ്കിൽ കഥകളി എനിക്ക് അറിയണം, എന്നാലേ പറ്റുള്ളൂ. പക്ഷെ രവീന്ദ്രൻ മാഷ് സെമി ക്ലാസിക്കൽ പാട്ടുകൾ പാട്ടറിയാത്തവൻ പഠിക്കുകയും പാടുകയൊക്കെ ചെയ്യും. അതൊരു എളുപ്പപ്പണിയല്ല. നമ്മൾ ഒട്ടു പാട്ടറിയാത്ത സംഗീതബന്ധമില്ലാത്ത ചില ആളുകൾ ഏത് തൊഴിൽ മേഖലയിലുള്ള സമൂഹത്തിന്റെ ഏത് തട്ടിലുള്ള ആളുകളെ എടുത്താലും പ്രമദവനവും
ഇങ്ങനെയുള്ള പാട്ടുകൾ പാടികളെ അവര് കയറി ആ പാടിക്കളയും. കോംപ്ലിക്കേഷനിലും ഒരു സിംപ്ലിസിറ്റി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഒരു വളരെ ക്ലിഷ്ടമായ പാട്ടുകൾ ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് ആളുകൾക്ക് പാടാൻ പറ്റുന്ന ഒരു ഇമോഷൻ അതിനകത്ത് ക്യാരി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു സാധാരണ എടുത്തുകാരനായ സാഗർ കോട്ടപ്പുറം എന്ന് പറയുന്ന ഒരാൾക്ക് അഴിഞ്ഞാടണം എന്ന് പറയുമ്പോഴും അദ്ദേഹം ഉണ്ടാക്കുന്ന പാട്ടിന്റെ അതിന്റെ തുടക്കത്തിലൊരു ഒരു ഒരു സ്വരങ്ങൾ അങ്ങ് വെച്ചു കൊടുത്തു കഴിഞ്ഞാല് അതെ ആദ്യം ഒന്ന് പേടിപ്പിക്കും. അതെ ഗമപനിസക അത് ഗമപനിസക റിഗരി 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 സരി നിസ പനി മപ ഗമപനിസക മമഗരി മഗരി സരി സനി ദ സനി ദ പനി ദ പമ ദ പമ ഗ പമ ഗരി മഗരി സഗമ ഗമ പമ പനി പനി സനി സഗ സഗമ ഗമ പ പ പ പ പ ഗമ രി സനി ദ പമ ഗരി മാരേ മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ മെരുക്കിയാൽ മെരുങ്ങാത്ത കസ്തൂരിമാനേ ഇണക്കിയാൽ ഇണങ്ങാത്ത മായപ്പൊന്മാനേ ഇല്ലില്ലം കാട്ടിലെ മുള്ളുള്ള മേട്ടില് ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ പിടിച്ചു കെട്ടും കരളിലെ പറയും. അതെവിടെ വീട്ടിലെ ഒരു സാധാരണ ദിവസത്തേക്ക് രവീന്ദ്രൻ മാസ്റ്റർ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ എന്തായിരിക്കും? ഒരു ചിട്ടവട്ടം ഇല്ലായിരുന്നു, അതായിരുന്നു ഒരു ചിട്ടവട്ടം ഇല്ലായിരുന്നുള്ളതാണ് പ്രത്യേകത. അല്ല മാഷിന്റെ വെച്ചാൽ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ വന്നിങ്ങനെ കമ്പോസിംഗ് റൂമിൽ ഇരിക്കും. ഒരു തബലിസ്റ്റ് ഉണ്ട് നമ്മുടെ പ്രദീപ് ഇങ്ങനെ തബല വായിക്കാനും രവിയേട്ടനോട് നാടകം കൊടുക്കും, അത് വായിച്ചുകൊണ്ടിരിക്കും. രവിയേട്ടനെ ആ സ്ഥലത്തൊന്നും കാണാൻ പറ്റില്ല, അവിടെ ഒന്നും ഉണ്ടാവില്ല. ആള് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണി നടത്തിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ചെറിയ നിൽക്കണം. എപ്പോഴും ട്യൂൺ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ ബോറടിക്കിരുന്നിരുന്ന് രവിയേട്ടനെ കാണാനില്ല. പക്ഷേ രവിയേട്ടൻ ഈ നടക്കുമ്പോഴൊക്കെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക, ഉള്ളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു നേരമുണ്ട്, ആ നേരത്തൊന്ന് കുളിച്ച് ഒന്ന് പ്രസൻറ്റ് പൂജാറും പ്രസൻറ്റ് ചെയ്ത് നേരെ വന്നിരിക്കും. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കമല് നമ്മുടെ പിന്നെ അയാൾക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ആണ്. അവരൊരു 12 മണി വരേക്ക് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ പോവുക, രവിയേട്ടൻ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പം നമ്മൾ ചായയൊക്കെ ഇട്ട് കൊടുത്ത് അവരെങ്ങനെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് ഇരിക്കുന്നു. വന്നിരുന്ന ഒരു 5 മിനിറ്റ് ഒന്നും ഇല്ല, പാട്ട് മുഴുവനും അങ്ങോട്ട് പാടുകയാണ്. മുഴുവനും അവർക്കൊരു സജഷൻ പറയണ്ടാവില്ല, ഒരു സജഷൻ ഒരു മാറ്റി ഇതൊന്നും മാറ്റി പറയണ്ടാവില്ല. ഏതോന്ന് ഇത്രേന്റെ ആര് പറയാം. ഗിരീഷ് ചേട്ടൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പാട്ട് തിരുമേനിയാണ്. അല്ല, ആദ്യം തിരുമേനിയാണ് കൂടുതൽ എഴുതിയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്ന തിരുമേനി എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് തിരുമേനിയാണ് ഏറ്റവും കൂടുതൽ പാട്ട് എഴുതിയേക്കുന്നത്. ഓ, ഈ പിന്നെ ഫസ്റ്റ് വിഷ്ണു ലോകം എഴുതിയിരിക്കുന്ന ഇദ്ദേഹമല്ലേ? എല്ലാ ടൈപ്പ് പാട്ടും പണ്ട് തൊട്ട് എന്തേ കിളിപ്പെണ്ണെ നിന്നുള്ളിൽ എന്നുള്ളിയോ തേങ്ങലോ അല്ലേ? അല്ല, രവിയേട്ടന് ശരിക്കും ട്യൂൺ ചെയ്യാൻ വേണ്ടി സമയം വേണ്ടായിരുന്നു. എത്ര പെട്ടെന്ന് വളരെ പെട്ടെന്നാണ് കിട്ടുക ട്യൂൺ വന്നിട്ട്. അതൊക്കെ ഒരു അമ്മയുടെ അനുഗ്രഹമാണ്. തിരുമേനിച്ചേട്ടന്റെ ഒരു പാട്ട് ജോൺസൺ മാഷ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, ബ്രഹ്മകമലം ശ്രീലകമ. ഞാനിത് രവീന്ദ്രൻ മാഷ് ചെയ്താൽ എങ്ങനെ ഇരിക്കും ഇങ്ങനെ വെറുതെ. പക്ഷെ എനിക്ക് സംഗീതം അറിയാൻ പറ്റുകൊണ്ട് എനിക്ക് ചെയ്താലും വേറൊരു ഫ്ലേവർ ആയിരിക്കും. വേറെ ഒരു രസം, ഈ രവീന്ദ്രൻ മാഷ് അദ്ദേഹം സംഗീത സംവിധായകനായിട്ട് വളരെ സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ സമകാലികരായ മറ്റ് സംഗീത സംവിധായകർക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ഇപ്പൊ സിന്ദൂരം പെയ്തിറങ്ങി എന്ന് പറഞ്ഞ പാട്ട് ജോൺസൺ മാഷിന്റെ പാട്ട് തൂവൽ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയുടെ ടൈറ്റിൽ എഴുതുമ്പോഴുള്ള പാട്ടാണ്. സിന്ദൂരം പെയ്തിറങ്ങി ജോൺസൺ മാഷിന്റെ സംഗീതത്തില് രവീന്ദ്രൻ മാഷ് പാടുന്നു. ശ്രുതി അമ്മ ലേമച്ചൻ വിദ്യാസാഗറിന്റെ സംഗീതത്തില് രവീന്ദ്രൻ മാഷ് പാടുന്നു. മധുര നൊമ്പരക്കാറ്റ് എന്ന് പറയുന്ന സിനിമയില്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അദ്ദേഹത്തിന്റെ. പിന്നെ ഈ പാട്ടുകളിലൊക്കെയും ഈ സിന്ദൂരം പെയ്തിറങ്ങിയൊക്കെ അതുപോലെ ബ്രഹ്മമംഗലം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നു കൂടുതലും അത്തരം ക്ലാസിക്കൽ പാട്ടുകൾ ആ സമയത്ത് ഈ രാഗ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കൂടുതലും. എന്നാലും ഒരു മോഹം, ചില ആൾക്കാരുടെ ഒരു ആദ്യത്തെ മോഹം ഇങ്ങനെ അവിടെ കിടക്കുമല്ലോ. അപ്പൊ രവിയേട്ടന് ആദ്യം ഒരു മ്യൂസിക് പാട്ടുകാരനാവണം എന്ന് പറഞ്ഞൊരു മോഹം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത്രയും പാട്ടുകൾ പിന്നീട് അങ്ങോട്ട് ചെയ്യാവുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആയ സമയത്ത് വേണമെങ്കിൽ നല്ലൊരു പാട്ട് ചെയ്ത് തന്നെ പാടായിരുന്നില്ലേ? തീർച്ചയായിട്ടും പാടാമായിരുന്നു. പക്ഷെ അന്ന് മാഷ് പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് പേരും പറഞ്ഞിട്ടുണ്ട് പാടാവുന്ന, മാഷ് നന്നായിട്ട് പാടുകയും ചെയ്യുമായിരുന്നു. പക്ഷേ പറഞ്ഞ് ഞാൻ പാട്ടുകാരനായിട്ട് വന്നതാണ്, പക്ഷെ എനിക്ക് അതിന് ദൈവം അതിനകത്ത് ഒരു തരത്തിൽ തന്നില്ല. ഇപ്പൊ എനിക്കൊരു തൊഴിൽ ദൈവം തന്നിട്ടുണ്ട്, ഞാൻ ആ ഒരു തൊഴിലേ ചെയ്യുന്നുള്ളൂ, വേറൊരു തൊഴില്. ഇത് മ്യൂസിക് ഡയറക്ടേഴ്സും ഇതിനും പോയിട്ടില്ല, ഡബിങ്ങിനും പോയിട്ടില്ല.
ആ എന്നെ ഏൽപ്പിച്ച പണി ഭംഗിയായിട്ട് ചെയ്യുക, അതാണ് എന്റേത്. എല്ലാത്തിലും കൊണ്ട് തൊട്ട് ഇഷ്ടമല്ല. ഓ. പാടാൻ ഒത്തിരി പേരുണ്ടല്ലോ, അവര് പാടട്ടെ. അടുത്തടുത്ത് എന്ന് പറയുന്ന ഒരു പടത്തില് ഇല്ലിക്കാട് എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്, ചെല്ലക്കാറ്റും ഇല്ലിക്കാടും തമ്മിൽ ചേരും നിമിഷം. തമ്മിൽ ചേരും നിമിഷം എന്ന് പറയുന്ന പാട്ട് അതൊക്കെ പരീക്ഷണങ്ങളാണ് മാഷുടെ. അതൊക്കെ ഒരു കൺവെൻഷണലായ റൂട്ടിലുള്ള പാട്ടല്ല. അല്ലല്ല. നമ്മൾ കേൾക്കുമ്പോ അല്ലെ വളരെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് അതിനകത്ത്. ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം, അതിനകത്ത് ഇത്ര ഉള്ളു എന്റെ സുദീപിനെ പാടാൻ ഞാനൊരു പാട്ട് മാഷ എനിക്ക് ഓർക്കാൻ വേണ്ടി മനസ്സിൻ മടി ചിമിഴി മണിച്ചിട്ട് അത് പാടാം തീർച്ചയായിട്ടും. ഇതിൽ രസമുള്ള പാട്ടല്ലേ. ആ എന്നാ അതൊരു നല്ലൊരു കേൾക്കാം. ഈ ഇല്ലിക്കാട് എന്ന് അതിന്റെ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതെ അതെ അതെ. ഇല്ലിക്കാട് എന്ന് പറഞ്ഞ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തോ അതിന്റെ ബഡ്ജറ്റ് ഇഷ്യൂ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ഓർക്കസ്ട്രേഷൻ ഒന്നും ചെയ്യാനായിട്ട് ഉള്ള ബഡ്ജറ്റ് ഇല്ലാതെ വരികയും എന്നാൽ പാട്ട് റെക്കോർഡിംഗ് മുടക്കണ്ടെന്ന് വെച്ചിട്ട് അതിന്റെ അന്നത്തെ റെക്കോർഡിസ്റ്റ് ആയിരുന്ന, എനിക്ക് കേട്ടറിവാണ് സത്യമാണ്, വൈരം എന്ന് പറഞ്ഞ ഒരു റെക്കോർഡിസ്റ്റ് തമിഴിലാ. അപ്പൊ അദ്ദേഹം ഇവർ രണ്ടും കൂടെ തീരുമാനിച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വെറും റിതം മാത്രം ബാക്കിംഗ് വെച്ചിട്ട് ഒരു പാട്ട്. ഓ വേറൊന്നുമില്ല. എങ്ങനെയാണ് അങ്ങനെ ഒരു പാട്ടിന്റെ ഒരു കൺസ്ട്രക്ഷൻ, ആ മെലഡിയിലും ആ ലിറിക്സിലുള്ള വിശ്വാസമാണത്. അങ്ങനെ ഒരു സത്യം പറഞ്ഞിട്ടുണ്ട്. അത് മാത്രല്ല, മാമാങ്കം എന്നുള്ള പാട്ട്, മാമാങ്കം ഉള്ള പാട്ടുണ്ടായത് അധികം അങ്ങനെയാണല്ലോ. മാമാങ്കം തരങ്ങണിക്ക് വേണ്ടി ചെയ്യുമ്പോൾ രാത്രിയില് വെളുപ്പാങ്കാലത്ത് കാണാത്ര ട്യൂൺ വന്നത് മനസ്സിലാവും. തരങ്ങണി തിരുവനന്തപുരത്താണ്. അപ്പോഴ് എണീറ്റ് പറഞ്ഞു എനിക്ക് 2 ചിരട്ട വേണമെന്ന്. അപ്പൊ എല്ലാവരും അന്തിച്ചു, എന്താ ഇപ്പൊ രാത്രി വെളുപ്പാങ്കാലത്ത് ചിരട്ട, എന്നില്ല എനിക്ക് ഇപ്പൊ വേണമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഈ കുതിരയുടെ കുളമ്പടിയൊക്കെ ചിരട്ടയാണ് തുടക്കത്തില്. കാരണം അത് താഴെ ഒരു ഗണപതി കോവിലുണ്ട് അവിടെ, പിന്നെ എന്താ തരകണിയില്. അവിടുന്ന് അവരിപ്പോ ചിരട്ട കൊണ്ടുവന്നു രാത്രി. പിന്നെ അവിടെ യുദ്ധം നടക്കുന്ന മുഴുവനും പാത്രങ്ങളാ. എന്നുവെച്ചാൽ ആ രാത്രിയിൽ ഓർക്കസ്ട്ര വേറൊന്നും വിളിക്കാൻ പറ്റും. അതിന്റെ ആ പാട്ടിന്റെ തുടക്കത്തിൽ കുറെ അധികം സമയം ഈ കൊളമ്പടിയും ഈ യുദ്ധവും കഴിഞ്ഞിട്ട് ഒരു വയലിൻ. അത് പിന്നെ അദ്ദേഹത്തെ രാത്രി വിളിച്ചു വരുത്തി, വെളുപ്പാങ്കാലത്ത് വന്നതാണ്. മറ്റതെല്ലാം രാത്രി തന്നെ ഈ ഭക്ഷണം കൊണ്ടുവന്ന കാരിയർ ഉണ്ടായിരുന്നു. കാരിയറിന്റെ കരണ്ടിയും ഇതൊക്കെ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ മാമാങ്കത്തില് ഇത് വന്നിട്ട്. എന്നിട്ട് ഈ ചിരട്ടയും കാരിയറിന്റെ കരണ്ടിയുമാണ് പിന്നീട് നമ്മള് കേൾക്കുന്ന. അതിനകത്ത് ആ പാട്ട് പറയുമ്പം ഒരു വരി ബിച്ചു തിരുമല എന്ന എഴുത്തുകാരനെ കുറിച്ച് കൂടി എഴുതിയത്. ശരത്തേട്ടന് ഞാൻ കൂടെ കഴിഞ്ഞ കുറെ നേരം പാട്ടിനെ കുറിച്ച് പറഞ്ഞു. ആ പാട്ടിന്റെ അനുപല്ലവിയിൽ എങ്ങനെ ഈ രവീന്ദ്ര മാഷ ഒരു സ്ഥലത്തൊരു ട്യൂൺ തുടങ്ങിയാൽ ആ അനുപല്ലവി തീരുമ്പോഴാണ് ആ ട്യൂൺ അവസാനിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു ബ്രേക്കും ഇല്ല. അല്ലാതെ ബിച്ചുവണ്ണൻ നല്ല കൃത്യമായിട്ട് കഥയും പറഞ്ഞിട്ടുണ്ട്. അതാ രസം. പോകുമ്പോൾ അരുവികളുടെ തീരത്തെ മാന്തുപ്പിൽ കുരുവികൾ ഓടേറും, കിളിമരമതിലങ്ങിങ്ങായി പൂച്ചൂടും കുറുമൊഴി മലരിന് സഖിയൊരുവൾ പൂന്നുള്ളാൻ പുലരിയിൽ ഇതുവഴിയെ വന്നീടും, അവളുടെ കവിളുകളിൽ കൂത്താടും കുറുനിര തടസ്സമിടും കാതിൽ നീ എന്റെ ആത്മകഥ ചൊല്ലിടേണം, അതിനിന്നു നിന്റെ കൃപയേകുമെങ്കിൽ രവിവർമ്മ നിന്നെ എഴുതി പതിച്ച പടം ഉടനടി തരുമിവൻ അതിനൊരു പ്രതിഫലമായി. കുട്ടേട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്. കുട്ടേട്ടനിലെ പാട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ കാരണം അതിന്റെ ഒരു പോക്ക് ഇതുപോലൊരു പോക്കുണ്ട്. ഒരു പ്രദേശം മധുമാസപ്പൂപ്പട ചൂടി മലരാരി മലരമ്പൻ മനതാരിൽ കളിയാടുമ്പോൾ തരുണികളുടെ എന്തൊക്കെയാണ് പോണേ, എവിടോട്ടാ പോണത്? അതൊരു ഒരു ബ്രേക്ക് പൊട്ടിയ വണ്ടി ആടി ആടി തീരും. അത് എങ്ങനെ അത് എഴുതി അല്ലേ? അത് ഒരു ബ്രേക്ക് പൊട്ടിയ വണ്ടിയാണ്. കാരണം അത് ഈ കുട്ടേട്ടൻ എന്ന് പറയുന്ന ഒരു പടത്തില് നമ്മളിപ്പോ കാണും പുലിപ്പറമ്പില് ഡാൻസ് ഒക്കെ വെക്കുന്ന ഒരു പാട്ടാ. അതെ, നമ്മൾ വിചാരിക്കുന്ന ഒരു വിഷ്വലും പാട്ടും ഒന്നുമല്ല ആ പാട്ടിന്. പക്ഷെ ഇത് ഇങ്ങനെ അതിന്റെ ഈ അനുപല്ലവി പ്രദേശത്തിൽ ഇതുപോലൊരു ഒരു പിടിവിട്ടൊരു പോക്ക് കിടപ്പുണ്ട്. പല്ലവി തന്നെ ഇത്രയും പ്രശ്നം. രവീന്ദ്ര മാസ്റ്റർ പാട്ടുകൾ പടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നമുക്ക് വളരെ പ്രിയപ്പെട്ട മലയാളത്തിന് ഒരുപാട് നല്ല പാട്ടുകളുള്ള സിനിമകൾ, നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ വിജി തമ്പി സാർ ഇപ്പം രവീന്ദ്ര മാഷെ ഓർക്കുന്നു. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ദേവരാജൻ മാഷും അല്ലെങ്കിൽ ബാബുക്കെ കഴിഞ്ഞതിന് ശേഷം മലയാളത്തിൻ്റെതായ സംഗീതം മലയാളികൾക്ക് നൽകിയ ഒരു സംഗീത സംവിധായകനാണ് രവീന്ദ്ര മാഷ്. രവീന്ദ്ര മാഷ് എനിക്ക് കുളത്തൂപ്പുഴ രവിയായിരുന്ന കാലം തൊട്ടേ അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം അറിയപ്പെടുന്നൊരു ഗായകനായിരുന്നു. ഗായകനാകാൻ വേണ്ടിയാണ് അദ്ദേഹം മദ്രാസിലേക്ക് പോയത്. ആ ഗായകനായും പോയ ആളിനെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മ്യൂസിക് ഡയറക്ടറാക്കി മാറ്റുന്നതിൽ ഏറ്റവും വലിയ ഗായകനായ യേശുദാസിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. ദാസേട്ടനാണ് രവീന്ദ്ര മാഷെ ഒരു പരിധി വരെ മ്യൂസിക് ഡയറക്ടറാക്കി മാറ്റിയത്.
എനിക്ക് ചൂള എന്ന സിനിമയാണ് ആദ്യത്തെ സിനിമയെന്ന് തോന്നുന്നു. അതിനുശേഷം മലയാളികൾക്ക് ഏറ്റവും ഇപ്പോഴും താലോലിച്ച് കിടക്കുന്ന എത്ര പാട്ടുകളാണ് അദ്ദേഹം തന്നത്. ഞാനും അദ്ദേഹമായിട്ടൊരു ബന്ധം എന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് സംഗീതം നൽകിയത് രവീന്ദ്ര മാഷാണ്. അത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. ഗംഭീര പാട്ടുകളായിരുന്നു ഡേവിഡ് മിസ്റ്റർ ഡേവിഡിന്റെ പാട്ടുകൾ. ആ പാട്ടുകൾ സംഗീതം നൽകിയ അദ്ദേഹമാണ്. പിന്നെ ഒരു ചിത്രത്തിനും കൂടി, നഗരങ്ങളിൽ ചെന്ന് രാവാർക്കാം എന്നൊരു ചിത്രത്തിനും കൂടി അദ്ദേഹം സംഗീതം നൽകി. ഞാനൊരു വലിയൊരു ആൽബം ബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വേർപാടെന്ന് പറയുന്ന മലയാള ഗാനശാഖയ്ക്കും ഏറ്റവും വലിയൊരു നഷ്ടമാണ്. അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു ഒരു കാലത്ത്. രവികുമാർ എന്ന് പറഞ്ഞ നടന്റെ ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പഴയ പടങ്ങൾ കണ്ടു നോക്കൂ, അത് രവീന്ദ്രൻ മാഷ് ശബ്ദമാണ്. ഈ തമ്പിസാറിന്റെ സിനിമയിൽ നഗരങ്ങളിൽ ചെന്ന് രാപാർക്കാവുന്ന സിനിമയിൽ അനന്തമാം അഗാധമാം സജീവ സാഗരം എന്നൊരു പാട്ടുണ്ടല്ലോ. അത് വളരെ വ്യത്യസ്തമായ, സാധാരണ രവീന്ദ്ര മാഷ് പാട്ടിന്റെ ഒരു ശൈലിയിലെ അല്ല പാട്ട്. അതെ, ഡേവിഡ് മിസ്റ്റർ ഡേവിലും കൊഞ്ചി മൊഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്, അതൊക്കെ അത് സാധാരണ ഒരു ശൈലിയിൽ നിന്ന് മാറി മാഷ് ചെയ്ത പാട്ട്. ശരത്തേട്ടൻ പറഞ്ഞ പാട്ട് അരയന്നങ്ങളുടെ വീടിലെ മനസ്സിൻ മണിച്ചിമിഴിൽ എന്ന് പറഞ്ഞ പാട്ട്. ചാരാത്ത വാതിൽക്കൽ വന്നെത്തി എന്നോട് മിണ്ടാതെ പോകുന്നു മനസ്സിൻ മണിച്ചിമിഴിൽ പനിനീർത്തുള്ളിപ്പോ വെറുതെ പെയ്തു നിറയും രാത്രി മഴയായി ഓർമ്മകൾ മനസ്സിൻ മണിച്ചിമിഴിൽ. ഒരു ചോദ്യം തിരുമേനി ചേട്ടൻ ചോദിച്ചോട്ടെ, അദ്ദേഹം ഉള്ളപ്പോഴാണ് ചേട്ടൻ സംഗീത സംവിധാനം തുടങ്ങിയത്? ഞങ്ങൾ ഈ മാന എന്നുള്ള പാട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് കളിവീടാണ് ഞാൻ പഠിച്ചത്. അതെ അല്ലേ? ദാസേട്ടൻ കൊണ്ട്. അല്ല, ഞാൻ പരിഭവം മൂലം പറഞ്ഞു അയ്യോ സംഗീതം ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. എന്നാ എന്നെ കൊണ്ട് എഴുതിക്കാവോ എന്നങ്ങനെ ചോദിച്ചോ തിരിച്ച്? അല്ല, അതും ഒരു അത്ഭുതമായിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക്, കമൽ സാറിന്റെ ഒരു സിനിമയിൽ ഗിരീഷ് ഏട്ടൻ എഴുതി വേദപ്രസാദ് സംഗീതം പകർന്നിട്ടുണ്ടല്ലോ, കൈക്കുടന്ന നിലാവുന്ന മലയന്നാർ കണ്ണൻ മാർഗഴി തുമ്പിയെ മണവാട്ടിയാക്കുന്ന കാലം, അതൊരു ചരിത്രമാണ്. അതെ, ഇനി ഇതെനിക്ക് ഓർമ്മയുണ്ട്. ഈ മറ്റേ മാന എന്നുള്ള പാട്ട് പാടിക്കാൻ വേണ്ടി രവിവേട്ടനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രവിവേട്ടനുള്ള സമയത്ത് തന്നെ ഞാൻ ഇത് പഠിച്ചത്. തുടങ്ങിയല്ലോ പാടിക്കുന്നത്. പിന്നെ മാനയുടെ പറ്റി ഞാൻ പറയുന്നത് അത് ഞാൻ എഴുതിയതല്ലേ. നമുക്ക് വീണ്ടും രവീന്ദ്ര മാഷെ കുറിച്ച് ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നതിന് വേണ്ടി നിരവധി ഗാനങ്ങൾ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള സംഗീത സംവിധായകൻ TS രാധാകൃഷ്ണൻ സാർ ഓർക്കുന്നു. രവീന്ദ്ര മാഷായിട്ട് അനേക വർഷത്തെ ബന്ധം എനിക്കുണ്ടായിരുന്നു. പക്ഷെ കൂടുതലും ഞങ്ങൾ എറണാകുളത്ത് അദ്ദേഹം താമസം തുടങ്ങിയപ്പോഴാണ് വളരെ അടുക്കാനുള്ളൊരു അവസരം ഉണ്ടായത്. പിന്നെ പാട്ടുകളെ കുറിച്ച് പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ കാലഘട്ടത്തിലുള്ള നമ്മുടെ പൂർവികരായ ദേവരായ മാസ്റ്ററും ബാബുക്കയും അർജുനൻ മാഷും സ്വാമിയും രാഘവ മാഷും ആ തന്ന ഒരു വഴികളിലൂടെ അത് കേട്ടാണ് നമ്മൾ വളർന്നത്. പക്ഷെ രവീന്ദ്രൻ മാഷിന്റെ ആ ഒരു എൻട്രൻസോടുകൂടി വേറൊരു തലത്തിലുള്ള ഗാനങ്ങളാണ് നമ്മളിവിടെ സൃഷ്ടിക്കപ്പെട്ടത്. മലയാള ചലച്ചിത്ര ഗാനശാഖയെ തന്നെ എന്താ പറയുക, ആകെ മൊത്തം ഒരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് കോമ്പോസിങ് ആയിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും. നമ്മൾ വളരെ വൈകിയാണ് നമുക്ക് പ്രമദവനത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഹരിമുരളിയെ കുറിച്ച് പറയാനുണ്ടെങ്കിലും അതിനു മുമ്പ് തേനും വയമ്പ് തൊട്ടും ഒറ്റക്കമ്പി അങ്ങനെ ഓരോ പാട്ടുകളും അദ്ദേഹം ചെയ്തിരുന്ന, പിന്നെ രാഗങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ആ ഒരു രീതി. ആസ് എ കമ്പോസർ നമുക്കറിയാം, ഒരു മോഹനോ അല്ലെങ്കിൽ ഒരു കല്യാണിയോ ഇന്ദോളോ ശുദ്ധസന്യാസിയോ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ആ റൂട്ടിൽ ഇങ്ങനെ പോകുന്ന ഒരു വഴിക്ക് പോകുന്നല്ലാതെ അതിനൊരു വ്യത്യസ്തത ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ മാഷിന്റെ കമ്പോസിങ്ങിൽ മാഷ് അതിനെ ചിന്തിക്കുന്ന വേറെ വിധത്തിലാണ്. എന്തിന് വേറൊരു സൂര്യോദയം എന്നുള്ള പാട്ടും കുടജാതിരി എന്നുള്ള പാട്ടും ഇപ്പൊ രേവതിയാണ്, അനേകം ഭക്തിഗാനങ്ങൾ വന്നിട്ടുള്ള രാഗമാണെങ്കിൽ പോലും മാഷ് അത് കൈവച്ചപ്പോൾ പിന്നെ നമുക്കറിയാം ദാസേട്ടന്റെ ശബ്ദത്തിന്റെ ആ 3 സ്ഥായി, അതായത് ദാസേട്ടൻ നേരത്തെയും പാടിയിട്ടുണ്ട്. പക്ഷെ ഈ മന്ത്രസ്ഥായിയിൽ ഇത്ര അധികം ഒരു ഉപയോഗം നമുക്ക് കാണാൻ സാധിച്ചത് രവീന്ദ്ര മാഷിന്റെ സംഗീതത്തിലൂടെയാണ്. വടക്കുന്നാഥനെ കുറിച്ച് നമുക്ക് പറയാണ്ട് പോകാൻ പറ്റില്ല. വടക്കുന്നാഥൻ എടുക്കുമ്പോൾ അതിൽ ഒരു കിളി പാട്ട് മുളവേ എന്നുള്ള പാട്ടിലൊരു പോർഷനിൽ ഒരു കിളി പറക്കുന്ന പോലെ തോന്നുന്നൊരു സ്ഥലമുണ്ട്. അത് പറന്ന് 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 പറന്നു ഞാൻ എന്ന് പറയുമ്പോൾ ഒരു ചിറകടി അതിന് വളരെ കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള, വളരെ അത്രയും ആഴത്തിൽ ആ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന, വരി മനസ്സിലാക്കുന്ന ഒരു സിംഗുള്ള മ്യൂസിക് ഡയറക്ടർക്ക് പറ്റുന്ന കാര്യമാണ്. വീണ്ടും
ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക, നിരവധി ഗാനങ്ങൾ രവീന്ദ്ര മാസ്റ്റർക്ക് വേണ്ടി പാടിയിട്ടുള്ള ഗായിക, നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചി രവീന്ദ്ര മാഷെ. പാട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് ആദ്യം പാടിപ്പിച്ച പാട്ടെന്ന് പറയുന്നത് കണ്ണോടു കണ്ണായ സ്വപ്നങ്ങൾ എന്നുള്ള പാട്ടാണ്. അത് ജെമിനി സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തതാണ്. പിന്നെ അതിനുശേഷം ഒരുപാട് പാട്ടുകൾക്ക് മാസ്റ്റർക്ക് വേണ്ടി പാടി. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാൻ പറഞ്ഞ വിഷമമാണ്, എന്നാലും എൻ്റെ മനസ്സിൽ എപ്പോഴും ആദ്യം ഓടി വരുന്ന പാട്ട് വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയും. ഈ പാട്ട് അതുപോലെ തന്നെ കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം എന്നുള്ള പാട്ട്, അതുപോലെ കാർമുകിൽ വർണ്ണന്റെ ഇങ്ങനെ മാസ്റ്ററിന്റെ പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ, അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല പാട്ടുകൾ ഞാൻ രവീന്ദ്ര മാഷിന്റെ സംഗീതത്തിൽ പാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മാഷിന്റെ കുടുംബമായിട്ടും ശോഭ ചേച്ചിയായിട്ടും വളരെ നല്ല അടുപ്പാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമം ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടെ ഞാൻ പോകുമ്പോഴും എന്നെ തിരിച്ച് ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ കൗൺസിലിംഗ് തന്ന കൂട്ടത്തിൽ ഒരാളാണ് ശോഭ ചേച്ചി. ശോഭ ചേച്ചി ഒരുപാട് കഥകൾ, കൃഷ്ണന്റെ കഥകളും ഇങ്ങനെ പല പല കാര്യങ്ങൾ, നല്ല ഉപദേശങ്ങൾ തന്ന് എന്നെ വീണ്ടും തിരിച്ച് സംഗീത ലോകത്തേക്ക് കൊണ്ടുവരാനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചൊരു വ്യക്തിയാണ് ശോഭ ചേച്ചിയും. മാഷിനെ കുറിച്ച് നടക്കുന്ന ഈ ഒരു ഓർമ്മയിൽ നിന്നും എന്ന പ്രോഗ്രാമിന് എന്റെ എല്ലാ ആശംസകളും. ശോഭ ചേച്ചിയുടെ ഒരു മോട്ടിവേഷനും ചിത്ര ചേച്ചി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരു മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷകരെ, ആസ്വാദകരെ, ശ്രോതാക്കളെയൊക്കെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു ഇപ്പൊ പറയുന്ന ഒരു കാര്യം ശോഭേച്ചി പറയുമ്പോ ഇതിനെന്താണ് കാരണം? നമ്മൾ ബാക്കിലോട്ട് ചെന്ന് ചിന്തിക്കുമ്പം രവീന്ദ്രൻ മാഷ് വരുന്നു, രവീന്ദ്രൻ മാഷോടൊപ്പമാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് ശോഭ ചേച്ചി എന്ന് പറയുന്ന ഒരാൾക്ക് ആത്മബന്ധങ്ങൾ ഉണ്ടാകുന്നതും തിരുമേനി പറഞ്ഞതുപോലെ വെച്ച് വിളമ്പി കൊടുക്കാൻ പറ്റുന്ന ബന്ധങ്ങൾ ഉണ്ടാകുന്നതെല്ലാം. അപ്പോൾ രവീന്ദ്രൻ മാഷയുടെ ഒരു വിയോഗത്തിന് ശേഷവും ആ ബന്ധങ്ങൾ നിലനിർത്താനും അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യമായി മാറി ഇത്തരം ചില കാര്യങ്ങൾ, അതും പാട്ടിലേക്കാണ് വരുന്നത്. അത് പിന്നീട് എത്ര നല്ല പാട്ടുകൾ ചിത്രചേച്ചി പാടി ഉണ്ടായെന്ന് ചിന്തിക്കുമ്പോൾ അതിലേക്കുണ്ടാകുന്നു. അതൊരു നിമിത്തമാണ്, അതൊരു നിയോഗമാണ്. ഇത്തരത്തിലുള്ള ചില എപ്പിസോഡുകൾ നമ്മളിപ്പോൾ KPC ചില എപ്പിസോഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ലോഹിത് സാറിന്റെ എപ്പിസോഡ് ചെയ്യുമ്പം ഇതിനുശേഷം പുറത്തിറങ്ങി പല ആൾക്കാരെയും കാണുമ്പോൾ അവർ പറയും, നിങ്ങൾ ഇത് ഇന്ന സിനിമ, അയാളുടെ ആ സിനിമയല്ലേ പറയേണ്ടത്, അത് പറയാതെ നിങ്ങൾ ഈ എപ്പിസോഡ് ചെയ്തിട്ട് എന്താ കാര്യം? ഇങ്ങനെ ഓരോരുത്തരും നമ്മളിതിൽ പരാമർശിക്കാതെ പോയ ഓരോ പാട്ട് പറയും, സിനിമ പറയും, കഥാപാത്രങ്ങൾ പറയും, മുഹൂർത്തങ്ങൾ പറയും. പലരും നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ് നിങ്ങൾ 2 മണിക്കൂറിരുന്ന് പറഞ്ഞിട്ട് ആ പടം പറയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണ്, പറയേണ്ടതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പരാതി കേൾക്കാൻ പോകുന്ന എപ്പിസോഡുകളിലൊന്ന് ഇതായിരിക്കും. നിങ്ങൾ രവീന്ദ്ര മാഷെ കുറിച്ചൊക്കെ ഇത്രയും നേരം പറഞ്ഞിട്ട് ആ പാട്ട് പറഞ്ഞോ, ഏതെങ്കിലും ഒരു ഏരിയയിലേ പറ്റുള്ളൂ, ഇതല്ലേ പറയേണ്ടിയിരുന്നല്ലത്. കാരണം ഇതിന്റെയൊക്കെ ഒരു സമയപരിധിയും കാര്യങ്ങളും പറഞ്ഞാലും തീരാത്ത, ഓർത്താൽ തീരാത്ത എത്രയോ സൃഷ്ടികളാണ് ഈ ലെജൻസ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ മുന്നിൽ വെച്ച് തന്നിരിക്കുന്നത്. അവരോരോരുത്തർക്കും ഓരോന്നാണ്, ഓരോ ജീവിതങ്ങളെയും സ്വാധീനിച്ചത് ഓരോ തരത്തിലാണ്, ഓരോ സൃഷ്ടികളിലൂടെയാണ്. ഓർമ്മകൾ ഇനിയും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, പറഞ്ഞു പോയിക്കൊണ്ടേയിരുന്ന. ഞാൻ 2 ചോദ്യങ്ങൾ ഞാൻ കൂടെ ഇടയ്ക്കൊന്ന് ചോദിക്കൂ. ഒന്ന് തിരുമേനിച്ചേട്ടനോട്, എഴുതി ട്യൂൺ ചെയ്തിട്ടുണ്ടോ? ധാരാളം ഉണ്ടല്ലേ? അത് എഴുതി ട്യൂൺ ചെയ്തത് അല്ലേ? ഓ ശരി ശരി. പിന്നെ ഗോപികാ വസന്തം, അത് എഴുതി ചെയ്തത് അല്ലേ? ഒരേ പാട്ടുകളല്ലേ, ഒരേ പാട്ടുകൾ ട്യൂൺ ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ? പക്ഷെ നമുക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ മാഷിന്റെ സംഗീതത്തിന്റെ രീതി കൊണ്ടാകും അത്. മാഷിന്റെ പാട്ട് അങ്ങനെ വ്യത്യാസം തോന്നില്ല, 2 രീതിയിലും എഴുതി ചെയ്യുമ്പോഴും ചെയ്തു. ഇനി എനിക്കൊരു ആഗ്രഹം, ശോഭ ചേച്ചി പറഞ്ഞതിന്റെ ബാക്കിയാണ്. ശോഭ ചേച്ചിക്ക് ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു, രവീന്ദ്രൻ മാഷ് ഏത് പാട്ട് ചെയ്യുമ്പോഴും ആദ്യം കേൾക്കുന്നത് ഞാനാന്ന് പറഞ്ഞു. ഈ ഭാഗ്യം വയലാറിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിട്ടില്ല. ഒരൊറ്റ പാട്ട് വയലാറിന്റെ ഭാര്യ, അതായത് എൻ്റെ അമ്മ കേട്ടിട്ടില്ല. അപ്പോൾ അതിന് മറുപടിയായിട്ട് തമ്പിച്ചേട്ടൻ എഴുതി രവീന്ദ്രൻ മാഷ് സംഗീതം ചെയ്തൊരു പാട്ടിന് 4 വരിയുണ്ട്. 2 പേർക്കും കൂടി ഒരു മറുപടി പറയാം നമുക്ക്. എൻ്റെ ഒരു ആഗ്രഹം, കനകത്തിൻ ഭാരം എന്തൊന്ന് പാടിക്കിയത്. കനകത്തിൻ ഭാരമെന്തിന്നോമനേ
എൻ്റെ പ്രണയം നിന്നാഭരണമല്ലയോ, നിലയ്ക്കാത്ത ധനമെന്തിനോമനേ, നിന്റെ മടിയിലെൻ കൺമണികളില്ലയോ. മുടിപ്പൂക്കൾ വാടിയാലെന്തോമനേ, നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോമനേ. മുഖമൊട്ടു തളർന്നാലെന്തോമനേ, നിന്റെ മനം മാത്രം മാഴ്കരുതെന്നോമനേ. മുടിപ്പൂക്കൾ വാടിയാലെന്തോമനേ, നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോമനേ. തമ്പിച്ചേട്ടൻ്റെ 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 ശ്രീമാനൻ തമ്പി സാറിന്റെ വരികൾ എന്ന് പറയുന്നത് അതിഗംഭീരമായ വരികളാണ്. അവരുടെ കോമ്പിനേഷനുള്ള പാട്ടുകളും ചില പാട്ടുകൾ നമ്മൾ ഓർക്കുമ്പോഴേ ഇപ്പൊ അതിലെ സിനിമ പാട്ടുകളും ഇതിപ്പം സിനിമയിലല്ലല്ലോ. ഇന്നും എന്റെ കണ്ണുനീരിൽ നിൻ പ്രണയ പൂകനിഞ്ഞ പൂമ്പൊടികൾ ചിറകിലേന്തി എന്റെ ഗാനപ്പൂത്തുമ്പികൾ നിന്നധരം തേടി. ഇപ്പൊ ഒരുപക്ഷെ മലയാളത്തിൽ ഇന്നേ വരെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ച ഗസലുകളിൽ ഒന്നാണ് ഇന്നും എന്റെ കണ്ണുനീരിൽ. അതുപോലെ നിറങ്ങളെ പാടൂ എന്നുള്ള കാവാലം സാറിന്റെ പാട്ട് അല്ല, ഇത് രണ്ടും അതിനെ കവച്ചു വെക്കുന്ന ഒരു ഗസൽ ഒരുപക്ഷെ ഈ 90-കൾക്ക് ഇപ്പുറത്തേക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. രവീന്ദ്ര മാഷ് പാട്ടിന് വരികൾ എഴുതാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമാണ്. നമുക്ക് ഒരുപാട് പേരെ പറ്റി നമ്മൾ പറഞ്ഞെങ്കിലും 80-കളുടെ തുടക്കത്തിൽ താരാട്ട് എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു വനിതാ പാട്ടെഴുത്തുകാരി എഴുതിയൊരു പാട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ആ സമയത്ത് ആലോലം പൂമുത്ത എന്ന് പറയുന്ന ഒരു പാട്ട് ആ വരികൾ എഴുതിയ ശശികല മേനോൻ രവീന്ദ്ര മാഷെ ഓർക്കുന്നു. രവീന്ദ്ര മാഷെ കുറിച്ച് ഓർക്കുമ്പോൾ അറിയാതെ കൈ കൂപ്പി പോവാറുണ്ട്. കാരണം അതൊരു വലിയ ഭാഗ്യമായിട്ട് ജീവിതത്തിൽ ഞാൻ കണക്കാക്കുന്നു. ആ ഒരു സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടത്തിലാണ് ഞാൻ കുറച്ച് ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. ദേവരായ മാഷ്, അതേപോലെ A.T. ഉമ്മർ സാറ്, രവീന്ദ്ര മാഷൊപ്പൊക്കെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ്. ആദ്യം താരാട്ട് എന്നുള്ള സിനിമയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് താരാട്ട് പാട്ട് സുശീലാമ്മയാണ് അന്ന് പാടിയത്. അപ്പം അന്ന് എഴുതുന്ന അന്ന് ഞാൻ മാഷെ കണ്ടിരുന്നില്ല. അന്ന് കാണാൻ പറ്റിയില്ല, വേഗം എഴുതി കൊടുത്ത് തിരിച്ചു പോരുകയായി. പിന്നീട് ഞാൻ നമ്പറൊക്കെ സംഘടിപ്പിച്ച് ബാലേന്ദ്ര മേനോൻ സാറിനോട് തന്നെ നമ്പറൊക്കെ മേടിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു. വളരെ നന്നായിട്ട്, വളരെ വാത്സല്യപൂർവ്വം മാഷ് സംസാരിച്ചു. പാട്ട് നന്നായിട്ടുണ്ട് പറഞ്ഞു. പിന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ നന്നായി വരട്ടെ എന്ന് പറഞ്ഞു. ആ ഒരു മുഹൂർത്തങ്ങളൊക്കെ വാസ്തവത്തിൽ ഒരു അപൂർവ ഭാഗ്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ഈശ്വരനോട് നന്ദി പറയുന്നു. എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഇപ്പം മാഷയുടെയൊക്കെ സംഗീത സംവിധാനത്തിൽ പാടാനുള്ള അവസരം വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. ആ 3 പാട്ടേ ഞാൻ പാടിയിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാൻ മാഷെ ബഹുമാനിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എന്നും മനസ്സിൽ ഓർക്കുന്നതിന് കാരണം നമ്മൾ എവിടെ പോയാലും ഏത് പരിപാടിക്ക് പോയാലും മാഷയുടെ ഒരു പാട്ട് പാടാതെ ഒരു ഗാനമേള കംപ്ലീറ്റ് ആവാറില്ല. എവിടെ പോയി ഏത് രാജ്യത്ത് പോയാലും എവിടെ ഏത് പ്രോഗ്രാമിന് പോയാലും രവീന്ദ്ര മാഷയുടെ ഒരു പാട്ടുകളൊരു സെഷൻ ഉണ്ടാവും. അത് പാടുമ്പോഴാണ് ഈ പ്രോഗ്രാമിന് ഒരു ഉണർവ് വരും. പൊതുവെ പാട്ടുകളൊക്കെ ഒന്ന് തളർന്നു വരികയാണെങ്കിലും രവീന്ദ്ര മാഷ് ഒരു പാട്ട് പാടുമ്പോൾ മൊത്തം ജനങ്ങളും അങ്ങോട്ട് പെട്ടെന്നാണ് ഊർജ്ജം എല്ലാവരിലേക്കും പാസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പാട്ടുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പാട്ടുകളുടെ പേരിൽ എപ്പോഴും മാഷോടൊരു നന്ദി നമുക്ക് മനസ്സിലുണ്ട്. കാര്യം ഒരു ഗുരുസ്ഥാനത്ത് മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് ഓരോ പരിപാടികൾക്കും നമ്മൾ. ഒരു പാട്ടുകാരൻ പാട്ടറിയാവുന്നവനാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അവനുണ്ടെങ്കിൽ ഒരു പാട്ട് രവീന്ദ്ര മാഷ പാടണം. പലപ്പോഴും അങ്ങനെ വരാറുണ്ട്, സംഭവിക്കാൻ ബാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ മാഷുമായിട്ടുള്ള ബന്ധം പോലെ തന്നെ മാഷ് ജീവിച്ചിരുന്ന കാലം മുതൽ ഇന്ന് വരേക്കും ശോഭചേച്ചിയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു കുടുംബ ബന്ധമാണ്. അപ്പോൾ ഈ അന്ന് കൂടെ വർക്ക് ചെയ്ത എല്ലാവരോടും സഹകരിച്ചെന്ന് പറഞ്ഞ പോലെ ഞങ്ങളെപ്പോലെ വളരെ ജൂനിയർ ആയിട്ടുള്ള മാഷ കൂടെ അധികം ഒന്നും സഹകരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്തവർക്ക് കിട്ടുന്ന ഒരു പുണ്യമാണ് ആ കുടുംബമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സഹവാസവും സ്നേഹവും എന്നും കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഇതുമായിട്ട് ബാക്കി പറയാം. അത് നന്നായി. ഞാൻ ഉദ്ദേശിച്ചൊരു സാധനത്തിൻ്റെ ഒരു രീതിയാണ് പറഞ്ഞത്. കാര്യം ഇപ്പോൾ ഇത്രയും നേരവും രവീന്ദ്ര മാഷ് സന്തോഷത്തിൻ്റെ സംഗീതമായിട്ട് നമ്മുടെ ലൈവായിട്ട് നിൽക്കുകയായിരുന്നു. ഇത് കഴിയുമല്ലോ. ഇത് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് എന്തൊരു. പക്ഷേ ഇതിനകത്തുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ പഞ്ചസാരയും ഉപ്പും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് അലിഞ്ഞ് കാണാണ്ടാകുമ്പോഴും അതിൻ്റെ രുചി നമ്മളിലുണ്ടാവും. അതുപോലെയാണ് മാഷിൻ്റെ. പക്ഷെ അങ്ങനെ പോകുമ്പോഴും ഒരു പരമാർത്ഥമുണ്ട്. ഇടശ്ശേരി പറഞ്ഞിരിക്കുന്ന പോലെ ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിന് ജീവിത
പലഹാരം. എപ്പോഴും കൈതപ്ര സാർ അല്ല, ഈ വേർപാടപ്പം അങ്ങനെ തോന്നുന്നേ. അപ്പോഴും ഒക്കെ നമുക്ക് ഉപ്പുണ്ടായേ പറ്റൂ അല്ലേ? കൈതപ്ര സാറിനെ നമ്മൾ എല്ലായ്പ്പോഴും ചിരിച്ചിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ വർഷങ്ങളോളം. അദ്ദേഹത്തെ ഒരിക്കൽ പോലും ഒരു ഡള്ളായിട്ടോ അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന മുഖം കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ കാണുന്നത് രവീന്ദ്ര സംഗീതം ഒരു പരിപാടി നമ്മളിവിടെ എറണാകുളത്ത് നടക്കുന്ന സമയത്ത് പ്രമദവനം യേശുദാസ് സാർ പാടുമ്പോൾ കൈതപ്രം സാറിന്റെ ഒരു എൻട്രി ഉണ്ട് ബാക്കിൽ നിന്ന്. അദ്ദേഹം നടന്നു വരുന്നു, യേശുദാസ് സാർ പാടിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളെല്ലാവരും ഇമോഷണലായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് യേശുദാസ് സാറ് ഇതിന്റെ ഇമോഷനിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ കൈതപ്രം സാറ് വളരെ വികാരം കൊണ്ടിങ്ങനെ നിറഞ്ഞ് അടുത്ത് നിൽക്കുക. എനിക്ക് പേടി ഇതെന്ത് സംഭവിക്കും എന്നുള്ളത്. യേശുദാസ് സാറാണെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ പാട്ടിൽ നിന്ന് ഇതിലേക്ക് പോകും. എന്നിട്ട് പാടി കഴിഞ്ഞിട്ട് ഇവർ രണ്ടിനും കൂടെ ആലിംഗനബദ്ധരായിട്ട് അവിടെ നിൽക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത് മലയാളിക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ പറയുന്നൊരു ദാസാറ് പറഞ്ഞ ആ ഒരു വാക്ക് എപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്, ഞങ്ങളുടെ കൂടെ രവിയുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ മാസ്റ്ററുടെ സാന്നിധ്യം ഉള്ളതുപോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. മകൻ സംഗീത സംവിധാനം ചെയ്യുന്നുണ്ട് സിനിമകൾക്ക്. അവരുടെ വിശേഷങ്ങളൊന്ന് പറയൂ. മക്കൾ 3 പേരാണ്, 3 ആൺകുട്ടികളാണ്. മൂത്തവർ ട്വിൻസാണ്. അതിൽ ഒരാൾ മ്യൂസിക് ഡയറക്ടർ സാജൻ മാധവ് എന്നാണ് പേര്. സാജൻ എല്ലാവരും തമിഴ്നാട്ടിലാണ്, മദ്രാസിലാണ് ജനിച്ച് വളർന്നത് കൊണ്ട് കൂടുതലും ആ നാടുമായിട്ടാണ് അവർക്ക് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ. പിന്നെ അവൻ തെലുങ്കിലാണ് ചെയ്ത് തുടങ്ങി, മ്യൂസിക് ചെയ്ത് തുടങ്ങിയത്. രവിയേട്ട സമയത്ത് ചെയ്ത പടം പ്രേമിക്കുലു എന്നൊരു പടം ചെയ്തു. അന്ന് 3 പാട്ട് മാഷ് കേട്ടായിരുന്നു. പിന്നെ മാഷിനെ കേൾക്കാൻ പറ്റില്ല. പിന്നെ തമിഴിൽ കുറേ പടം ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ചെയ്തത് യക്ഷിയും ഞാനും എന്നൊരു പടം ആണ് ചെയ്തത്. പിന്നെ ഈ ഇടയ്ക്കൊരു മൃദുഭാവേ ദൃഢകൃത്യ എന്നൊരു പടം ഷാജുൻ കരിയാലിന്റെ മലയാളത്തിലെ സിനിമയിൽ വൃന്ദാവനമുണ്ടോ? പിന്നെ നല്ല തിരുമേനി എഴുതിയത് എന്നിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൽബം. ഇനി ഒരാൾ ഡയറക്ടറാണ്, ഫിലിം ഡയറക്ടറാണ് മദ്രാസിലുള്ളത്. അവനും തമിഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2-3 പടം ഇൻഡിപെൻഡന്റ് ആയിട്ട് കൂടെ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും ഉള്ള ആളുടെ മിക്കവാറും എല്ലാവർക്കും അറിയാം, നവീൻ എന്നാണ് അവന്റെ പേര്. അവൻ സിംഗറാണ്. അവൻ നവീൻ മാധവ് പാടിയ പാട്ടുകൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്രി പൊങ്കലോ കേട്ടിട്ട് തമിഴാണ്. ഓക്രി പൊങ്കൽ, മൈ നെയിം ഈസ് ബില്ല. അതേപോലെ എല്ലാരും കേട്ട ഒരു പാട്ടുണ്ട്, ഡാഡി മമ്മി വീട്ടിലില്ലേ. അത് കേൾക്കാത്ത ആരുമില്ല. അങ്ങനെ കുറേ 100-150 പാട്ട് അവൻ തമിഴിൽ പാടിയതാ. അങ്ങനെ 3 പേരും ഫീൽഡിൽ തന്നെയാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞാലും തീരില്ല. ഇനിയും ഒരുപാട് പറയാൻ ബാക്കി ഉണ്ടാവും. ആ ബാക്കി ആളുകൾ കണ്ടുപിടിക്കും. ആ കണ്ടുപിടിക്കലുകളും വീണ്ടും വീണ്ടുമുള്ള ഓർമ്മകളാണ്, ഓർമ്മപ്പെടുത്തലുകളാണ്. ആ ഓർമ്മകൾ ഈണങ്ങളായും വരികളായും സിനിമയുടെ സീനുകളായും പാട്ടായും എല്ലാം നമ്മളോടൊപ്പം, മലയാളിയോടൊപ്പം, മലയാളിയുടെ ജീവശ്വാസം പോലെ എന്നും ഒപ്പമുണ്ടാകും. എല്ലാവരുടെയും സാന്നിധ്യത്തിന് ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ആലോം സൈൻ ചെയ്യാം. നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട രവീന്ദ്രൻ മാഷിന് വളരെ പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ പത്നി ശോഭന രവീന്ദ്രൻ, അമൃത ടിവിയുടെ ഭാഗത്തു നിന്നും ഒരു സ്നേഹോപഹാരം. ആത്മാവിന്റെ പുസ്തകത്താളിൽ ഒളിപ്പിച്ചു വെച്ച മയിൽപീലി തുണ്ടുകൾ പോലെയുള്ള ഓർമ്മകളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ഇന്നത്തെ അധ്യായവും. ഓർമ്മകളിലെന്നും രവീന്ദ്രൻ മാഷ്. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്.